നമുക്കൊരു സെയിൽ ബോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഹോമാണ്. അപ്പം എൻറ്റയർ ബോട്ട് ഉറങ്ങുമായിരിക്കും. അപ്പോൾ ഞാൻ വാച്ച് കീപ്പ് ചെയ്യും, എങ്ങനെയാണ് വിൻഡ് അത് ഇതൊക്കെ നിയർ ബൈ എന്തെങ്കിലും ഉണ്ടോ. വാച്ച് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നാവിഗേഷൻ നമ്മളെ സ്റ്റിയറിങ്ങിനടുത്ത് നമ്മളുണ്ടാവും. വിൻഡിനനുസരിച്ചിട്ട് ഈ റോപ്പ് സെറ്റ് ചെയ്യണതൊക്കെ അപ്പം ഡിസൈഡ് ചെയ്യുന്നതാണ്. ബിക്കോസ് നമ്മൾ വി ഹെഡ് ഔട്ട്, നമുക്കറിയാം നമുക്ക് ഹെഡ് ഓൺ വിൻഡ് ആണോ ബാക്കിൽ നിന്നാണോ സൈഡിൽ നിന്നാണോ പ്രോമിനന്റ് വിൻഡ് ഉള്ളത്. പക്ഷെ ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. രാത്രിയിലെ കടൽ പകലിലെ കടൽ എന്നൊക്കെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു ക്വസ്റ്റ്യൻ ആണ്. രാത്രിയിലെ കടല് ഇസ് വേറെ ഒരു കടൽ. ഈ കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ബോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഈ സൈഡിലേക്ക് ഡിസ്പ്ലേസ് ആവില്ലേ വെള്ളം, അപ്പോഴും നമ്മളത് കൂടുതൽ കാണാം. അപ്പൊ അതൊരു ഭയങ്കര ഡിഫറെന്റ് ഫീലിംഗ് ആണ്. കടൽ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാ ഇമോഷൻസിലേക്ക് കൂടി കൊണ്ടുപോകും. ചില ദിവസം എക്സൈറ്റിംഗ് ആയിരിക്കും, നമ്മൾക്ക് ഇങ്ങനെ ഈ വെയിലിനെ കണ്ട ദിവസം ചില ഭയങ്കര ബ്യൂട്ടിഫുൾ പെയിന്റ് ചെയ്തിട്ടുള്ള പോലെ സൺസെറ്റ്സ് ഉണ്ടാവും. ഒരു ഫ്രസ്ട്രേഷൻ ഒക്കെ തോന്നും, എന്താ എത്താത്ത ലൈക്ക് ആ ഒരു ഫ്രസ്ട്രേഷൻ ഫീൽ ചെയ്യിപ്പിക്കും. ചിലപ്പം ഭയങ്കരമായിട്ട് പേടിപ്പിക്കും കടൽ. സെയിലർ അമൃത ജയചന്ദ്രനാണ് ദക്യുവിനൊപ്പം. സ്വാഗതം. താങ്ക് യു. നമ്മുടെ ഇന്ത്യയിൽ വിശേഷിച്ച് കേരളത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ വളരെ അപൂർവ ആളുകളാണ് ഈ സെയിലിംഗ് ഫീൽഡിലുള്ളത്. അപ്പോൾ കുറച്ചും കൂടി ആളുകൾക്ക് മനസ്സിലാവാൻ പാകത്തിൽ എന്താണ് സെയിലിംഗ് എന്നുള്ളതും അമൃതയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ സെയിലിംഗ് എന്താണെന്നുള്ളതെന്ന് പറയാം. ഓക്കെ, ശരിയാണ് പറഞ്ഞത്. നമ്മൾ ഇന്ത്യയിൽ തന്നെ ഭയങ്കര കുറവ് ആൾക്കാരെ സെയിലിംഗ് ചെയ്യുന്നുള്ളൂ. സെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് രണ്ട് തരത്തിൽ ആൾക്കാർ സെയിലിംഗിന് വിചാരിക്കും. ഒന്ന് മെർച്ചന്റ് നേവിയിലുള്ള സെയിലിങ്ങിനെയും ഷിപ്പിലുള്ള സെയിലിങ്ങിനെയും സെയിലിംഗ് എന്ന് പറയാം, പായക്കപ്പലുള്ള സെയിലിങ്ങിനെയും സെയിലിംഗ് എന്ന് പറയാം. അപ്പോൾ ശരിക്കും സെയിൽസ് യൂസ് ചെയ്തിട്ട് സെയിൽ ചെയ്യണത് പായക്കപ്പലാണ്. പക്ഷെ മെർച്ചന്റ് നേവിനെ കടലിൽ പോണ അല്ലെങ്കിൽ ബോട്ടിനെ ആണെങ്കിലും എല്ലാത്തിനും നമ്മൾ സെയിലിംഗ് എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ചെയ്യണത് സെയിൽ ബോട്ട് സെയിലിംഗ് ആണ്. പായക്കപ്പൽ തന്നെ നമുക്ക് പറയാം. ഇന്ത്യയിൽ ഈവൻ നമുക്ക് 7,000+ കിലോമീറ്റർ കോസ്റ്റൽ ലൈൻ ഉണ്ട്. എന്നാലും നമ്മൾക്ക് അധികം സെയിലേഴ്സും ഇല്ല. ഈവൻ ഫോറിനേഴ്സ്, നമ്മളുടെ ബ്രിട്ടീഷ് ഭരിച്ച സമയത്ത് നമുക്ക് പിന്നെയും സെയിലിംഗ് ക്ലബ്സും ആ ഒരു കൾച്ചറും ഉണ്ടായിരുന്നു. അത് കാരണം കുറച്ച് അപ്പം അവർ എസ്റ്റാബ്ലിഷ് ചെയ്ത ക്ലബ്സ് ആണ് ഇപ്പോഴും കുറച്ചൊക്കെ റൺ ചെയ്യുന്നത്. അവിടെ ഇപ്പോഴും നമ്മൾ ക്ലബ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പഴയ തരത്തിലുള്ള കുറേ കുഞ്ഞു കുഞ്ഞു ക്ലബ്സ് ചെന്നൈയിലുണ്ട്, മദ്രാസിലുണ്ട്, പിന്നെ ഹൈദരാബാദിലുണ്ട്. അങ്ങനെ വിരലെണ്ണാവുന്ന പഴയ കുറേ ക്ലബ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ റോയൽ മദ്രാസ് അല്ലാതെ മുംബൈ യോട്ട് ക്ലബൊക്കെ ഉണ്ട്. അതൊക്കെ പഴയ ബിൽഡിങ്സിൽ ഇപ്പോഴും കുറെ വയസ്സായ അച്ഛന്മാരെ ഇരുന്നിട്ട് ചായ കുടിക്കുന്ന ഒരു ക്ലബ്ബായി മാറി. ആക്ടിവിറ്റി ഭയങ്കര കുറവാണ്. അപ്പോൾ അത് ഈവൻ ഇത്രയും ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടും എന്തുകൊണ്ട് കുറയുന്നു എന്ന് എനിക്കറിയില്ല. അപ്പം ഐ എം ഇൻ എ മിഷൻ ടു ടെൽ പീപ്പിൾ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ആൾക്കാർക്ക് കടലിൽ പോവാം. ഈവൻ ഞാൻ ആർമി ബാക്ക്ഗ്രൗണ്ടോ നേവി ബാക്ക്ഗ്രൗണ്ടോ അല്ലാതെ നമ്മളിപ്പോ അറിയുന്ന എല്ലാവരും കടലിൽ യാത്ര ചെയ്യുന്നത് ഫോഴ്സിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ് ചെയ്യുന്നത്. അപ്പോൾ ആസ് എ ലേമൻ നമുക്കും സിവിലിയൻസിനും ചെയ്യാമെന്നുള്ള ഒരു മെസ്സേജ് ആൾക്കാരിൽ എത്തിക്കുക. സർഫിങ്ങും ബാക്കിയുള്ള ലീജർ സ്പോർട്സ് എല്ലാം ആൾക്കാർ ചെയ്യുന്നത് പോലെ സെയിലിംഗ് എന്ന് പറഞ്ഞൊരു സ്പോർട്ട് ഉണ്ട്. നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് ഫ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ ഒരു ബോട്ട് ഓടിക്കാൻ അറിയാം, സെയിലർ ആവാൻ പറ്റുവാണെങ്കിൽ ഒരു കൺട്രിയിൽ നിന്ന് വേറെ കൺട്രിയിലേക്ക് സെയിൽ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഓപ്ഷനും ഉണ്ട് എന്ന് അറിയിക്കുന്ന ഒരു മെസ്സേജാണ് ഇപ്പൊ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇതിന്റെ ഒരു എന്റർടൈൻമെന്റ് സെക്ടർ ഉണ്ട്, നമ്മൾ ആസ്വദിക്കുക എന്ന് പറയുന്നത്. അതിന്റെ ഒപ്പം നമ്മുടെ സമയം, നമ്മുടെ മണി, മറ്റ് സ്പെൻഡിങ്സ് മറ്റു സൈഡിലുണ്ട്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കണ്ണൂരിൽ നിന്നുള്ള അമൃത വളരെ ചെറിയ പ്രായത്തിൽ എങ്ങനെ ഈ ഒരു ടേസ്റ്റ് കിട്ടി എന്നുള്ളതും ഇതിന്റെ ട്രാക്ക് ഓൺ ആയത് എങ്ങനെയാണ്? എൻ്റെ സെയിലിംഗ് ഒരു ഇൻട്രസ്റ്റ് വന്നത്, എനിക്കിനെ പറ്റിയിട്ട് ഒരു ABCD അറിയില്ലായിരുന്നു. എൻ്റെ അപ്പോഴുള്ള ബോയ് ഫ്രണ്ട്, ഇപ്പോഴുള്ള ഹസ്ബൻഡ്, അവൻ മെർച്ചന്റ് നേവിയിലാണ്. അപ്പോൾ അവൻ വേറെ ഫോറിൻ കൺട്രീസിൽ പോകുമ്പം ഷിപ്പിൽ ഇരുന്നിട്ട് അവൻ ചെറിയ പായക്കപ്പൽ കാണുമ്പോൾ അവനെ ഭയങ്കരമായിട്ട് ഫാസിനേറ്റ് ചെയ്തു. അപ്പോൾ അവനെ ഇങ്ങനെ ഫോൺ കോൾസിൽ പറയും, എനിക്കിങ്ങനെ ഭാവിയിൽ ഒരു സെയിൽ ബോട്ടൊക്കെ വാങ്ങിക്കണം, എനിക്ക് ആ സെയിലിംഗ് ആയിരിക്കും എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കാൻ തോന്നുന്നു, ഷിപ്പിനെ കാട്ടി ഞാൻ എൻജോയ് ചെയ്തായിരിക്കും. അവൻ്റെ ഒരു ഇൻട്രസ്റ്റ് എവിടെയോ എൻ്റെ തലയിൽ ഭയങ്കരമായിട്ട് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനെ പറ്റിയിട്ട് കുറേ റിസർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ എൻ്റെ കോളേജ് ലൈഫിൽ തന്നെ നമുക്ക് സെയിൽ ബോട്ടിൻ്റെ ലൈസൻസ് എടുക്കണം, അതിന് എങ്ങനെ പഠിക്കാമെന്ന് അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇരുന്ന് കണ്ടുപിടിച്ച് എവിടെയാണ് നിയറസ്റ്റ്, ഇന്ത്യയിൽ നിന്ന് ഏറ്റവും ചീപ്പസ്റ്റ് ആൻഡ് നിയറസ്റ്റ് തായ്ലൻഡാന്നപ്പോൾ ഞാൻ കണ്ടുപിടിച്ച് അവിടെ പോയി ബേസിക്സ് ഓഫ് സെയിലിംഗ് ഒക്കെ പഠിച്ച് അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് വന്നത് അവനിലെ ത്രൂ ആണ്. ബിക്കോസ് അവനാണ് കുറേം കൂടി വാട്ടർ ആയിട്ടുള്ള ഒരാൾ, എനിക്കറിയുന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു, കണക്ഷൻ കിട്ടുന്നത്. അപ്പോൾ അവൻ കാരണം ഞാൻ കുറേം കൂടി വാട്ടർ സ്പോർട്സ് ചെയ്തു തുടങ്ങി. അപ്പോൾ നമ്മൾ ഒരുമിച്ച് സർഫിംഗ് ഒക്കെ ചെയ്യാൻ വിശാഖപട്ടണത്ത് പോയി, അവിടെ സെറ്റിൽ ചെയ്തു. അപ്പം ഞാനൊരു സർഫറും കൂടിയാണ്. അപ്പം സർഫിംഗ് ആയിരിക്കും കടലിൽ എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുത്തിയത്. കടലിൽ എല്ലാവർക്കും ഫിയർ ഉള്ളത് പോലെ തന്നെ എനിക്കും ഇപ്പോഴും ഉണ്ട് ഫിയർ, ഭയങ്കര ഫിയറുള്ള ഒരാളായിരുന്നു. പക്ഷെ സർഫിംഗ് കുറേ
ചെയ്ത് എന്നെ എന്താ പറയാ വെള്ളത്തിൽ കടലിട്ടിട്ട് ആ ഒരു ഫിയർ എന്നെ ഓവർകം ചെയ്യാൻ പറ്റിയത് എനിക്ക് സർഫിംഗ് ആയിരുന്നു. ഇതിൽ ഈ തായ്ലൻഡിൽ പോയി കോഴ്സ് പഠിക്കുന്നു പറയുമ്പോൾ അതിന്റെ ഡ്യൂറേഷൻ എങ്ങനെയായിരുന്നു? പിന്നെ ഈ കോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് തരം പ്രാക്ടീസിങ് ആണ് അവിടെ ഉണ്ടായിരുന്നത്? സോ എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശ്രീനാഥിൻ്റെ കൂടെ മെർച്ചൻ്റ് നേവി ഷിപ്പിൽ അവൻ ഓഫീസർ ആയിരിക്കുമ്പോൾ വൈഫ്സിനെ യാത്ര ചെയ്യും. അപ്പം ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവൻ്റെ കൂടെ പോയിട്ട് എനിക്ക് ബേസിക് ഷിപ്പിൽ പോയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് മാത്രമേ ഉണ്ട് കടലിൽ പോയിട്ടുള്ളത്. അതല്ലാതെ എനിക്ക് അതിലൊരു വർക്ക് ഒന്നും ഇല്ലല്ലോ. ഞാൻ ആസ് എ സൂപ്പർ ന്യൂമറി വൈഫായിട്ടാണ് സെയിൽ ചെയ്യണത്. കഴിഞ്ഞു വന്നതും ഞാൻ ഓൾറെഡി ഫസ്റ്റ് സെയിലിംഗ് പഠിക്കാൻ പോയത് മുംബൈയിലായിരുന്നു. മുംബൈ ഹാർബറിൽ ചെറിയ ഡിങ്കി ബോട്ട് സെയിലിംഗ്. അപ്പം അതിൽ ഞാൻ ബേസിക്സ് ഓഫ് ഒരു സെയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുക, എങ്ങനെയാണ് സെയിലിൻ്റെ ഷീറ്റ്സ്, നമ്മൾ ഓരോ റോപ്പിന് ഷീറ്റ് എന്നാ പറയാം ബോട്ടിൽ. അപ്പോൾ ഓരോ ഷീറ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, മെയിൻ എന്താ പറയുക നമ്മുടെ മാസ്റ്റ് എന്താണ്, മുമ്പിലുള്ള സെയിൽ എന്താണ്, അതിനെന്താ വിളിക്കുക, ബോട്ട്സിന് ഓരോന്നിനും ടേംസ് ഒക്കെ ഉണ്ട്. ആ ഒരു ബേസിക് ഒരു 4 to 5 ഡേയ്സിൽ ഞാൻ മുംബൈയിലാണ് ആദ്യം പഠിച്ചത്. അപ്പം ബേസിക്സ് ഓഫ് സെയിലിംഗ് അതിൻ്റെ ടേംസും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് അവൻ ഷിപ്പിൽ നിന്ന് വരാൻ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ രണ്ടുപേരും തായ്ലൻഡ് സെയിലിംഗിൽ പോകുമായിരുന്നു. തായ്ലൻഡ് സെയിലിംഗ് ഞാൻ പഠിച്ചത് ഇന്റർനാഷണൽ യോട്ട് ട്രെയിനിങ് ആണ്, ബെയർ ബോട്ട് സ്കിപ്പർ ആവാൻ വേണ്ടിയിട്ട്. അപ്പം യോട്ട് ട്രെയിനിങ്ങിന്റെ IYT ബെയർ ബോട്ട് സ്കിപ്പർ എന്ന് പറയും. അപ്പോൾ അതിൽ ഒരു ഓൾമോസ്റ്റ് ഒരു മന്ത് ഞാൻ തായ്ലൻഡിൽ ഉണ്ടായിരുന്നു. സോ ആ കോഴ്സ് ഡ്യൂറേഷൻ വാസ് ഓൾമോസ്റ്റ് 15 to 20 days. അപ്പം നമ്മളിത് എക്സ്റ്റെൻഡ് ചെയ്തു. അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്കൂൾസ് ഓരോ ഡേയ്സ് ആണ്. 10 days കംപ്ലീറ്റ് ചെയ്യാം, 15 days കംപ്ലീറ്റ് ചെയ്യാം. പക്ഷെ നമ്മളത് ലോങ്ങർ ഡ്യൂറേഷൻ എടുത്ത് പിന്നെ കോഴ്സിന് ശേഷം ബോട്ട് ചാർട്ടർ ചെയ്തിട്ട് കുറച്ചും കൂടി ഹാൻഡ് ഓൺ എക്സ്പീരിയൻസ് കിട്ടാൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന ആൾക്കാരായിരുന്നു. സോ അതെങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്തുന്നു, നമ്മൾ ബേസിക്സ് ഓഫ് സെയിലിംഗ് ക്ലാസ് റൂമിൽ ഇരുന്നിട്ട് അവരെല്ലാ കാര്യങ്ങളും റോഡ്സിലുള്ള റൂൾ പോലെ കടലിലും കുറെ റൂൾസ് ഉണ്ട്. അപ്പം അതിൻ്റെ കടലിലുള്ള റൂൾസ് പഠിപ്പിച്ചു തരിക, നാവിഗേഷൻ പഠിപ്പിച്ചു തരിക. അവൻ മെർച്ചൻ്റ് നേവിയിൽ ആയതുകൊണ്ട് അവൻ ഓൾറെഡി കുറേ ബേസിക് ഐഡിയാസും കാര്യങ്ങളും ഉണ്ട്. എനിക്ക് 0 സ്റ്റാർട്ട് ചെയ്യേണ്ട വന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ബേസിക്സ് ഓഫ് സെയിലിംഗ് പഠിച്ചു. പിന്നെ നമ്മൾ സ്ലോലി എല്ലാ ദിവസവും ഡേ സെയിലിംഗ് നടത്താൻ തുടങ്ങി. അപ്പോൾ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കിട്ടും, നമ്മുടെ കൂടെ ഒരു ക്യാപ്റ്റൻ ഉണ്ടാവും. അങ്ങനെ ഞാൻ ബേസിക്സ് ഓഫ് സെയിലിംഗ്സ് ഒക്കെ പഠിച്ച് പിന്നെ ഞാനും അവനും ബോട്ട് ചാർട്ടർ ചെയ്ത് തുടങ്ങി. സോ വൺസ് വി ഗെറ്റ് ദ ലൈസൻസ് നമുക്ക് ഇങ്ങനെ ബോട്ട് ചാർട്ടർ ചെയ്യാനുള്ള ഒരു ലൈസൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ബോട്ട് ചാർട്ടർ ചെയ്യുന്ന ഓണേഴ്സിൻ്റെ എടുക്കുന്നു, ചാർട്ടർ കമ്പനീൻ്റെ എടുക്കുന്നു, ബോട്ട് പോയി ചാർട്ടർ ചെയ്യുക, സെയിൽ ചെയ്യുക, ട്രൈ ഔട്ട് ചെയ്യുക, തിരിച്ചു തരിക. അങ്ങനെ നൈറ്റ് സെയിലിംഗ് ചെയ്ത് തുടങ്ങി. അങ്ങനെയാണ് ആ ഒരു ഇതില് അതിനുശേഷമുള്ള ചാപ്റ്റർ ശരിക്കും ലൈഫ് ടൈം എക്സ്പീരിയൻസ് പോലെ ഈ ജിബൂട്ടിയിലേക്കുള്ള പ്ലാൻ വരുന്നത്. ശരിക്കും അതിന്റെ ഒരു ഫസ്റ്റ് തോട്ട് മുതൽ ഒന്ന് ഡിസൈൻ പറയാം എങ്ങനെയായിരുന്നു? സോ ഈ ഒരു ഇത് എടുത്തു കഴിഞ്ഞിട്ട് ഈ ഫോറിനേഴ്സിനൊക്കെ നമ്മൾ എപ്പോഴും കാണുന്നുണ്ട്, അവർക്ക് ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പം നമ്മളെ യൂറോപ്പ് ആണെങ്കിലും ആ ഒരു ഏരിയസിൽ അത്രക്കും സെയിൽ ബോട്ട്സ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ കാറും സൈക്കിളും കാണുന്ന പോലെ അവരുടെ വെക്കേഷൻ സ്പോർട്സ് അല്ലെങ്കിൽ അവരുടെ സമ്മർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ഒരു ആക്ടിവിറ്റിയാണ് സെയിലിംഗ്. അപ്പം നമ്മൾക്ക് ഈ ഒരു പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അത് നമ്മൾ കുറേ പൈസ ഒക്കെ സേവ് ചെയ്ത് വെച്ചിട്ട്, ബിക്കോസ് സെയിലിംഗ് ഈസ് എക്സ്പെൻസീവ്, അപ്പം നമ്മൾ പൈസ ഒക്കെ സേവ് ചെയ്ത് വെച്ചിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ കണ്ടിന്യൂസ്ലി ഇത്രയും നമ്മൾക്ക് ലക്ഷങ്ങൾ മുടക്കാൻ ഉണ്ടാവില്ല. ഇത് തന്നെ നമ്മൾ ഓരോ പീരീഡിൽ, ഞാനപ്പം ആർക്കിടെക്ചർ പഠിച്ചിറങ്ങിയ പാടുള്ളൊരു സമയമായിരുന്നു. എൻ്റെ സാലറിയും അത്ര ഹൈ ആയിരുന്നില്ല. ആ ഒരു പോയിന്റിൽ നമ്മളിങ്ങനെ തിങ്ക് ചെയ്യായിരുന്നു, ഇങ്ങനെ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇവർക്ക് ഈ ഫോറിനേഴ്സിനെ എങ്ങനെ സെയിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ റിസർച്ച് ചെയ്ത് വന്നപ്പോൾ ഇവരൊക്കെ ചെയ്യണത് ക്രൂ ചെയ്യാണ്. അപ്പം ഇന്ത്യയിലല്ല വേൾഡിൽ ഫുള്ളായിട്ട് അത്രയും കുറെ സർക്യൂം നാവിഗേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സർക്യൂം നാവിഗേഷൻ ചെയ്യണമെന്നില്ല, വേറൊരു കൺട്രി ലെറ്റ്സ് അവരുടെ ഒരു വെക്കേഷനിൽ അവർ UK എന്നുള്ള ആൾക്കാരാണ്. അവർ പോർട്ടോ എന്ന് പറഞ്ഞ ഒരു പോർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ഒരു സ്പെയിനിൽ ഒരു സ്ഥലത്ത് പോകാൻ തീരുമാനിക്കുന്ന ഒരു വെക്കേഷന്. എന്നാൽ അത് അവർക്കൊരു നോർമലാണ്. നമ്മളിപ്പോൾ ഫ്ലൈറ്റ് പിടിച്ചിട്ട് കറങ്ങാൻ പോകുന്ന പോലെ അവർക്കൊരു ബോട്ട് ഉണ്ട്, അവർ മറീനയിൽ ആങ്കർ ചെയ്തിടും അല്ലെങ്കിൽ ബർത്ത് ചെയ്തിടും. അവരുടെ വെക്കേഷൻ അവർ അവിടെ നിന്ന് പോയി വേറൊരു കൺട്രിയിൽ പോയി കറങ്ങി വരിക. അപ്പോൾ ഇത് നമ്മൾക്കില്ല, അങ്ങനെ ഒരു ഓപ്ഷൻ ഇന്ത്യയിൽ അങ്ങനെ ഒരു മറീന ഇല്ല. ആകെയുള്ള ഒരു മറീന കൊച്ചിയിലാണ് ഫുൾ ഇന്ത്യയിൽ, അതും ഭയങ്കര ശോക അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ക്രൂ ചെയ്യാമെന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടി. നമ്മൾ എന്നിട്ട് ഈ ക്രൂ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല, ബിക്കോസ് ഇവരെപ്പോഴും ഈ അവരുടെ ലാംഗ്വേജ് സ്പീക്കിംഗ് ആൾക്കാരെയാണ് കൂടുതൽ നോക്കുക. അവർക്ക് ഇന്ത്യൻസിനെ എടുത്തുകൊണ്ട് ഇല്ല, ബിക്കോസ് സ്പാനിഷ് സ്പീക്കിംഗ് ആൾക്കാർ കംഫർട്ടബിൾ സ്പാനിഷ് സ്പീക്കിംഗ് ആൾക്കാരാണ്. അതെ, ബിക്കോസ് ഒരു സെയിൽ ബോർഡ് എന്ന് പറഞ്ഞാൽ ഒരു ഹോമാണ്. ഒരാൾക്കാർ ഇപ്പം ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് ഒരു 10 ദിവസം 15 ദിവസം ഇത്രയും ചെറിയൊരു എൻക്ലോസ് സ്പേസിൽ സെയിൽ ചെയ്യുമ്പം കണക്ഷൻ ഭയങ്കരമായിട്ട് മാറ്റർ ചെയ്യും. അപ്പോൾ അവർ അറിയാത്ത സ്ട്രേഞ്ചേഴ്സിനെ എടുക്കാതെ അറ്റ്ലീസ്റ്റ് നമ്മളിപ്പോൾ മലയാളികളാണെങ്കിൽ നമുക്കൊരു പരിഗണന കൊടുക്കുന്നത് പോലെ അവരെപ്പോഴും അവരുടെ ലാംഗ്വേജ് ആൾക്കാരെ കൊടുക്കും. അപ്പം ഇത് എങ്ങനെ നമ്മൾക്കിതിൽ കയറാമെന്നായിരുന്നു നമ്മൾ ഫസ്റ്റ് റിസർച്ച് ചെയ്തത്. അപ്പം ഈ സർക്യൂം നാവിഗേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ യൂറോപ്പിൽ പോവാതെ നമ്മൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് സെർച്ച് ചെയ്തപ്പം ഈ കുറേ വെബ്സൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഈ നമ്മൾ ഇന്ന സ്ഥലത്ത് വരെ പോകുന്നുണ്ട്, ലുക്കിംഗ് ഫോർ ക്രൂ എന്ന് പറഞ്ഞിട്ട് ഇടും.
അപ്പോൾ നമ്മൾക്ക് അതിൽ പ്രൊഫൈൽ ഉണ്ട്. ബിക്കോസ് നമ്മൾ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ കോഴ്സ് നമ്മൾ അതിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് ഇന്ന ക്വാളിഫിക്കേഷൻ ഉണ്ട്, കുറച്ചൊക്കെ സെയിൽ ബോട്ട് ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് എന്നൊക്കെ നമ്മളെല്ലാ എക്സ്പീരിയൻസ് നമ്മൾ അതിലിട്ടു. അപ്പം എൻക്വയറി വരുന്നുണ്ട്. പക്ഷെ നമ്മളുടെ ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മേജർലി വിസയാണ്. ഇപ്പൊ നമ്മൾ കാണുന്നൊക്കെ യൂറോപ്പിലാണെങ്കിൽ അവർ ഇടുന്നത് 10 ദിവസം മുമ്പായിരിക്കും. 10 ദിവസം മുമ്പ് വിസ കിട്ടുക, അവിടെ ഫ്ലൈ ചെയ്യുക, ആ ഷോർട്ട് പീരീഡിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പോവാന്ന് പറയുന്നത് ഇറ്റ് ബിക്കംസ് എ ഹ്യൂജ് ഹെക്ടിക് പ്രോസസ്, ഓൾസോ എക്സ്പെൻസീവ്. അപ്പൊ നമ്മൾ നോക്കി വന്നപ്പോ ഈ തായ്ലൻഡിൽ നിന്ന് ലങ്കാവി പോവുക, അല്ലെങ്കിൽ മലേഷ്യ പോവുക, മലേഷ്യയിൽ നിന്ന് തിരിച്ചു പോവുക, അങ്ങനെ കുറെ ആ ഒരു ഏരിയയിലൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ശ്രീനാഥിനോട് പറഞ്ഞു ഇങ്ങനൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, ജിബൂട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആരോ സെയിൽ ചെയ്യുന്നുണ്ട് നമുക്ക്. അവൻ പറഞ്ഞു അവൻ ഷിപ്പിൽ പണ്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പ് പോയിട്ടുണ്ട്. അവൻ പറഞ്ഞു വേറെ എവിടെ പോയാലും നമുക്ക് ജിബൂട്ടി പോകണ്ട, ബിക്കോസ് അത് ഭയങ്കര ഡെവലപ്ഡ് ആവാത്ത ഒരു കൺട്രിയാണ്. ആൻഡ് ഓൾസോ ആ റൂട്ട് അത്ര സേഫ് അല്ല, നമുക്ക് മേ ബി ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വെക്കാം. ആൻഡ് നമ്മൾ ഈ പ്രോസസ്സ് തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. ആൻഡ് ടു ലാൻഡ് ദ റൈറ്റ് ബോട്ട് അല്ലെങ്കിൽ ക്രൂ നമ്മളെല്ലാവരും ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. നമ്മൾ ഒരുപാട് കാലത്ത് സെർച്ചിന് ശേഷം കറക്റ്റ് ഒരു ഫോറിനേഴ്സ് പോസ്റ്റ് ചെയ്തു, നമ്മൾ കൊച്ചിയിലുണ്ട്, വി ആർ സെയിലിംഗ് ഫ്രം കൊച്ചി ടു ജിബൂട്ടി ആൻഡ് വി ആർ ലുക്കിംഗ് ഫോർ ക്രൂ. ആൻഡ് അവർക്കാണെങ്കിൽ ആ സമയത്ത് ഷോർട്ട് പീരീഡിൽ ആരും ഫ്ലൈ ചെയ്ത് അവിടത്തേക്ക് വരുന്നില്ല. ആൻഡ് ഓൾസോ ഈ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എല്ലാവരും ചൂസ് ചെയ്യാത്ത റൂട്ടാണ്. സ്പെഷ്യലി അവർക്ക് റെഡ് സീ ക്രോസ് ചെയ്ത് മെഡിറ്ററേനിയൻ, അത് തിരിച്ച് അവർ 6 വർഷമായിട്ട് സർക്യൂനാവിഗേറ്റ് ചെയ്യുക. അപ്പോൾ അവർക്ക് തിരിച്ച് ഹെഡ് ചെയ്യാണ് അവർ. സോ അറേബ്യൻ സീ ക്രോസ് ചെയ്ത് ജിബൂട്ടി, സൊക്കോത്ര വഴി യമൻ, സൊമാലിയ കോസ്റ്റ് ത്രൂ ജിബൂട്ടി, റെഡ് സീ, മെഡിറ്ററേനിയൻ പോകാനാണ് അവരുടെ പ്ലാൻ. അപ്പം ആരും സൈനപ്പ് ചെയ്തിട്ടില്ല. നമ്മൾ പറഞ്ഞു നമ്മൾ കൊച്ചിയിലുണ്ട്, ക്യാൻ വി മീറ്റ്? അവർ പറഞ്ഞു ലെറ്റ്സ് മീറ്റ് ആൻഡ് ടോക്ക് എന്ന് പറഞ്ഞു. നമ്മൾ മീറ്റ് ചെയ്തു, ബോട്ട് പോയി കണ്ടു. ബോട്ട് പോയി കണ്ടപ്പോൾ ഞാൻ ശ്രീനാഥും പറഞ്ഞു നമുക്ക് എന്തായാലും ജിബൂട്ടി ആണെങ്കിലും ലെറ്റ്സ് ടേക്ക് ദിസ്, ലൈക്ക് യുനോ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മളെ തലയിലുണ്ടായിരുന്നു, ഇസ് ഇറ്റ് എ ഗുഡ് ഡിസിഷൻ, ലൈക്ക് വാട്ട് ഇഫ്, ബിക്കോസ് ഇതുവരെ ആയിട്ടും സൊമാലിയ കോസ്റ്റിൽ സെയിൽ ബോട്ട്സ് അറ്റാക്ഡ് ആയിട്ടുള്ള ഒരു ന്യൂസും പുറത്ത് വന്നിട്ടില്ല. അപ്പം ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് സേഫ്, ബിക്കോസ് ഓൾമോസ്റ്റ് ഒരു 60-70 ബോട്ട്സ് ഇയർലി ആ ഏരിയ ക്രോസ് ചെയ്യുന്നതാണ് ഇയർലി. അപ്പം ഇറ്റ്സ് നോട്ട് റിസ്കി, ഐ മീൻ ഇറ്റ് കുഡ് ബി റിസ്കി, പക്ഷെ എന്നാലും നമ്മൾ ഒരു എന്തെങ്കിലും ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാതെ, ബിക്കോസ് നമ്മൾ ഡെസ്പറേറ്റ് ആയിരുന്നു. നമ്മൾ ബിക്കോസ് ആ ഒരു സെയിലിംഗ് പഠിച്ചു, നമ്മൾ തന്നെ ചാർട്ടർ ചെയ്തിട്ട് ചെറിയൊരു ഏരിയ നിന്ന് കറങ്ങുന്നല്ലാതെ നമ്മൾക്ക് എക്സ്പോഷർ കിട്ടുന്നില്ല. സോ ദിസ് വാസ് അവർ ഫസ്റ്റ് സ്റ്റെപ്പ്. ലൈക്ക് ഓക്കെ വി ആർ സൈനിങ്. അപ്പം ശ്രീനാഥൻ ആക്ച്വലി മെർച്ചന്റ് നേവിയിൽ അവന്റെ ക്യാപ്റ്റന്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുക. ആ ഒരു മന്താണ് അവന്റെ എക്സാം. അവൻ പറഞ്ഞു കുഴപ്പമില്ല, എക്സാം അടുത്ത മാസം എഴുതാലോ. അതെ, അങ്ങനെയാണ് നമ്മൾ അവരെ ബോട്ടിൽ ലാൻഡ് ചെയ്തത്. ആൻഡ് അവർക്കും നമ്മൾ ഇഷ്ടമായി. നമ്മൾ ഒരു മാസത്തോളം, ഒരു മാസമല്ല, ഒരു ഫ്യൂ വീക്സോളം അവരുടെ കൂടെ ബോട്ടിൽ നിന്ന് ബോട്ട് റിപ്പയറിനൊക്കെ ഹെൽപ്പ് ചെയ്തു. കൊച്ചിയിൽ തന്നെ നമ്മളെ ബോൾഗാട്ടിയിൽ അങ്ങനെ ബോട്ടിനെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഫൈനലി നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യാം. പക്ഷെ അതും നമുക്ക് കുറെ ഹേർഡിൽസ് ഉണ്ടായിരുന്നു. വിസ, നമ്മൾ ഇന്ത്യൻസിന് മാത്രം വിസ കിട്ടുന്നില്ല, വിസ അല്ല ഇമിഗ്രേഷൻ ക്ലിയറൻസ് ഇല്ല. സോ നമ്മൾ ഇറങ്ങുന്ന ഒരു 2 days മുമ്പ് നമ്മൾ എല്ലാ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. ഇമിഗ്രേഷൻ ക്ലിയറൻസ്, പോർട്ട് ക്ലിയറൻസ്, കസ്റ്റംസ് ക്ലിയറൻസ്, ഈ 3 ക്ലിയറൻസും ഫോറിനേഴ്സിന് എല്ലാവർക്കും കിട്ടി. ഇമിഗ്രേഷൻ എത്തിയപ്പോൾ അവർ പറഞ്ഞു ഇവർക്ക് പോവാം, ഇന്ത്യൻസ് കനോട്ട് സെയിൽ ഔട്ട്. അപ്പൊ നമ്മള് ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ, ഭയങ്കരമായിട്ട് വിഷമമായി. എന്തുകൊണ്ട് നമുക്ക് ഇന്ത്യൻസിന് പറ്റുന്നില്ല? നമ്മൾ വി ആസ്ക് ക്വസ്റ്റ്യൻസ്, അവർ പറഞ്ഞു ഇല്ല പറ്റില്ല, നമുക്ക് അങ്ങനെ ഒരു നിയമം ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടില്ല. ഇന്ത്യൻസിന് പാസഞ്ചേഴ്സ് ആയിട്ട് പോകാം, ക്രൂ ആയിട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾ മെർച്ചന്റ് നേവിയിലല്ല, പായക്കപ്പലിൽ നമ്മൾ എന്ത് ധൈര്യത്തിൽ നിങ്ങൾ വിടും? സോ കുറെ ക്രോസ് ക്വസ്റ്റ്യൻസ്. അപ്പൊ നമുക്ക് സീ പോർട്ട് എന്ന് പറയും, അതായത് നമ്മൾ എയർപോർട്ട് പോലെ നമ്മൾ അവിടെ എൻട്രി ചെയ്യണം, സീ പോർട്ട് ത്രൂ ആണ്. സീപോർട്ടിന് എൻട്രി ചെയ്യുമ്പോൾ അത് നമ്മളിപ്പം പാസ്പോർട്ട്, ഇപ്പം ബാംഗ്ലൂർ എയർപോർട്ട് എന്ന് പറഞ്ഞ സ്റ്റാമ്പ് കിട്ടണ പോലെ നമുക്ക് കിട്ടണ കൊച്ചി സീപോർട്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് വരാം. വില്ലിംഗ്ടൺ. അപ്പൊ നമ്മൾ എക്സിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ സ്റ്റാമ്പ് വേണ്ടേ. അപ്പം അവിടെ നമ്മൾ ജിബൂട്ടിൽ എത്തുമ്പോഴും സീപോർട്ട് ത്രൂ കയറുക. അപ്പൊ നമുക്ക് വിസ ഓൺ അറൈവലാണ് ആസ് പെർ ദ കൺട്രീസ് ലിസ്റ്റ്. പക്ഷെ ഇവരത് സമ്മതിക്കില്ല. ഇവർ പറഞ്ഞ ഇന്ത്യയിൽ നമുക്ക് അതിൽ വന്നിട്ടില്ല, അങ്ങനെ നിങ്ങൾക്ക് വിസ ഇല്ലാണ്ട് നമുക്ക് പുറത്ത് വിടാൻ പറ്റില്ല. നമ്മൾ 4 days സമയം കൂടെ ഉള്ളൂ. ആക്ച്വലി വിൻഡ് ഉപയോഗിച്ച് പോകുന്നത് കൊണ്ട് വിൻഡ് ഷിഫ്റ്റ് ചെയ്യുമല്ലോ. അപ്പൊ അതിന് മുമ്പ് നമുക്ക് ഹെഡ് ഔട്ട് ചെയ്യണം. അപ്പൊ നമ്മളെ 4th day ആയപ്പോൾ ക്യാപ്റ്റൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. ലൈക്ക് വി ഹാവ് ടു ഹെഡ് ഔട്ട് സം ഹൗ. നമ്മൾ ഓൾറെഡി ഒരു 2 days മുമ്പ് വിസ അപ്ലൈ ചെയ്തു, പക്ഷെ കിട്ടാൻ ചാൻസ് കുറവാണ്. നമ്മൾ അതിൽ ഡൽഹി പോകണം, വരണം, അങ്ങനെ കുറെ ആ ഒരു 4 days നമ്മളെ ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആയി, ഡിസപ്പോയിന്റഡ് ആയത്. ഇത്രയും ആഗ്രഹിച്ച് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഒരു സാധനം കിട്ടണം എന്ന് വിചാരിച്ചിട്ട് കിട്ടാണ്ടിരിക്കുമ്പോൾ ഒരു വിഷമം വരൂലേ. അങ്ങനെ നമ്മൾ വിചാരിച്ചു വന്നിട്ട് ഓക്കെ ഇത് പോയി എന്തായാലും, അപ്പം ലെറ്റ് ദം, ബട്ട് ദേ കനോട്ട് സെയിൽ ഔട്ട്. ദ പ്രോബ്ലം ഇസ് ഇത്രയും 19-20 days സെയിലിംഗിൽ അവർക്ക് ക്രൂ മെമ്പേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് അല്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ഡ്രെയിൻഡ് ആവും. കണ്ടിന്യൂസ് സെയിലിംഗ് ചെയ്യുക, വാച്ച് കീപ്പിംഗ് ചെയ്യുക എന്ന് പറയുമ്പോൾ. അപ്പം നമ്മൾ ഷിഫ്റ്റ് എടുത്തിട്ടാണ് ചെയ്യുക. ഇപ്പം ഞാൻ ഹാൻഡിൽ ചെയ്യുമ്പോൾ
ഇപ്പൊ എനിക്കൊരു അവേഴ്സ് ഉണ്ടോ വാച്ച് കീപ്പിംഗ് അവേഴ്സ്, അന്ന സമയം തൊട്ട് അന്ന സമയം വരെ ഞാൻ, പിന്നെ ശ്രീനാഥ്, പിന്നെ അവരുടെ ഓരോരോ മെമ്പേഴ്സ്. റെസ്റ്റ് എടുക്കലും മറ്റു കാര്യങ്ങളൊക്കെ നടക്കും. ബിക്കോസ് ബോട്ടിൽ കുക്കിങ്ങും ചെയ്യണം, ബിക്കോസ് അതൊരു ഹോമാണ്. ബാക്കിയുള്ള ബോട്ട് മെയിൻ്റെനൻസ്, കുക്കിംഗ്, സെയിലിംഗ്, ഇതൊക്കെ നമുക്ക് ഒരു മിനിമം 4 people ഇല്ലാണ്ട് നടക്കാത്ത പരിപാടിയാണ്. അപ്പോൾ ഇത് ഡിസപ്പോയിന്റഡ് ആയിരിക്കുമ്പോൾ ഓൺ ദ 4th day നമുക്ക് ജിബൂട്ടിന്റെ അവർ തന്നെ പെട്ടെന്ന് പ്രോസസ്സ് ഫാസ്റ്റ് ആക്കി തന്നു. ലൈക്ക് യു ആർ മോസ്റ്റ് വെൽക്കം ടു അവർ കൺട്രി എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ നമുക്ക് മെയിൽ അയച്ചു. ബട്ട് എന്നിട്ടും ഇമിഗ്രേഷൻകാർ വിശ്വസിക്കണ്ടായിരുന്നല്ലേ, ഇത്ര പെട്ടെന്ന് കിട്ടാൻ. അല്ല, അത് എനിക്ക് കൊച്ചിയിൽ ഇമിഗ്രേഷൻകാർ വിശ്വസിച്ചില്ല. ബട്ട് ഫൈനലി വി ഗോട്ട് ഇറ്റ്. അങ്ങനെയാണ് ആ ഒരു സ്റ്റാർട്ട് ചെയ്തത്. ശരിക്കും അവിടെ നിന്ന് പിന്നീട് ഈ യാത്ര അവരുടെ കൂടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രിക്കോഷൻസ് ഉണ്ടല്ലോ, അതായത് ഹെൽത്ത് നോക്കണം, പിന്നെ ആവശ്യമായ പ്രോഡക്ട്സ്, ഫുഡ്, ഇതിന്റെ ഒരു എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത്? സോ ഒരു സെയിൽ ബോട്ട് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഒരു ലോങ് ലിസ്റ്റ് ഉണ്ട്, നമുക്ക് ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ബിക്കോസ് നമ്മൾ എന്ത് സെയിലിങ്ങിന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഫസ്റ്റ് ഓഫ് ഓൾ ബോട്ടിന്റെ കണ്ടീഷൻസ് ഈച്ച് ആൻഡ് എവറി പാർട്ട് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യും. ആ കംപ്ലീറ്റ്ലി ഫിറ്റ്നസ് ചെക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ ഫിറ്റ്നസ് ചെക്കും ചെയ്യും. ലൈക്ക് വി ആർ ഓക്കെ ടു ഡു ദിസ്. അങ്ങനെ എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസ് എല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ക്വിക്ക് ജനറൽ ചെക്കപ്പ് ചെയ്യും. അതെല്ലാം ചെയ്തിട്ട് ഇറ്റ്സ് നോട്ട് മാൻഡേറ്ററി, പക്ഷേ when it's a long sailing for yourself, because നിങ്ങൾക്കൊരു എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. എൻ്റെ ഒരു സെയിലിംഗ് ഫ്രം ഷിപ്പിലായിരുന്നു. ഷിപ്പിൽ നിന്ന് ഞാൻ ഇന്ത്യയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഐ വാസ് ഗോയിങ് ടു സൗത്ത് കൊറിയ. സൗത്ത് കൊറിയയിലുള്ള ലോങ് സെയിലിംഗ് അതായിരുന്നു ഒരു ലോങ്കസ്റ്റ് സെയിലിംഗ്. അപ്പോൾ അതിൽ എനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം എൻ്റെ കണ്ണിന് ഒരു റെഡ് ഷെയ്ഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത്ര നോട്ടീസ് ചെയ്തില്ല. പക്ഷെ അത് ഒരു 4th day ഒക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് മോശമായി, കണ്ണ് ഭയങ്കര വിഷൻ ബ്ലറായി, ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള ഹെൽത്ത് ചെക്കപ്പ് നിങ്ങൾ ലാൻഡിലുണ്ടെങ്കിൽ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ബിക്കോസ് വി ഡോണ്ട് നോ ആ ഒരു 4th day, ആ 20 days ഞാൻ ഒരു 10th days ശരിയായി. പക്ഷെ ആ 10 days ഭയങ്കരമായിട്ട് പേടിച്ചു. ഇനിയിപ്പം ബിക്കോസ് ഷിപ്പിൽ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ മെഡിസിൻസിന്റെ. സെയിം ഷിപ്പിലുള്ളതിന്റെ ഒരു 10% പോലും ബോട്ടിൽ ഉണ്ടാവില്ല. ഷിപ്പ് ഇസ് വെൽ എക്യുപ്ഡ് ആൻഡ് പ്രിപ്പയർഡ് ഫോർ ദ ഹോൾ ക്രൂ. ബിക്കോസ് ഷിപ്പാണ്, അതൊരു 1/4 കിലോമീറ്ററോളം നീളമുണ്ട്. ഞാനൊക്കെ സെയിൽ ചെയ്ത ഷിപ്പ് എന്ന് പറഞ്ഞാൽ 15 meter നീളമാണ്. അവിടെ മാക്സിമം സൗകര്യം ഉണ്ട് കമ്പയർഡ് ടു ദിസ്. ലാൻഡായിട്ട് കമ്പയർ ചെയ്യരുത് ഷിപ്പിംഗ് ബോട്ടൊന്നും. പക്ഷെ എന്നാലും ദേ ഹാവ് ബേസിക് മെഡിസിൻസ് ആൻഡ് എവറിഥിങ്. പക്ഷെ ഈ ബോട്ടിൽ അതുപോലെ ഒരു 8 ജനറിക് മെഡിസിൻസ് ഉണ്ടാവുള്ളൂ. കാരണം നമുക്ക് സ്റ്റോറേജിന്റെ ഷോർട്ടേജ് കാരണം നമുക്ക് അങ്ങനെ മാസീവായിട്ട് ഒന്നും വെക്കാനൊന്നും പറ്റില്ല. പക്ഷെ എന്നാലും ഈ ഒരു ജനറൽ സാധനങ്ങൾ നമ്മൾ ഹെൽത്ത് നോക്കിയാണോ എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ജനറലി സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് ദെൻ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ ഒരു പ്രിപ്പറേഷൻ ബോട്ട് ചെക്ക് നമ്മുടെ ഹെൽത്ത് കൂടാതെ പ്രൊവിഷനിങ് എന്ന് പറയും. നമ്മളെ എല്ലാ സാധനങ്ങളും ബോട്ടിലേക്ക് വെക്കുന്നത് ഫ്രം എന്താ പറയുക ഉപ്പൊട്ട് കർപ്പൂരം വരെ ഉള്ള ഒരു ചെക്ക് ലിസ്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാക്കും. നമ്മൾ ഇത്രയും ആൾക്കാരാണ്, അപ്പോൾ ഇത്രയും ആൾക്കാരാണെങ്കിൽ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇങ്ങനെയാണെങ്കിൽ എത്ര ഉള്ളി വേണം, എത്ര തക്കാളി വേണം, എത്ര പൊടി വേണം എന്ന് വരെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വെക്കുക. സോ ആൻഡ് ഇത് ഇത്രയും കാലം നിൽക്കണ്ടേ, അപ്പോൾ നമ്മൾ ഫ്രഷ് ഐറ്റംസ് ഭയങ്കരമായിട്ട് ചൂസ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ പുറത്ത് നെറ്റ് കെട്ടിയിട്ട് ഹാങ് ചെയ്തിടും. എന്നിട്ട് വേഗം ചീത്തയാവുന്ന സാധനങ്ങൾ നമ്മൾ ആദ്യം യൂസ് ചെയ്യും. ഇപ്പം ചിലപ്പം തക്കാളി, ചില കുക്കുംബർ, അങ്ങനത്തെ ചിലതൊക്കെ നിൽക്കാത്തതൊക്കെ നമ്മൾ പെട്ടെന്ന് യൂസ് ചെയ്യും. നിൽക്കുന്നതൊക്കെ ക്യാരറ്റ്, അനിയൻ, അതൊക്കെ പിന്നെയും കുറച്ചും കൂടെ നിൽക്കുകയാണെങ്കിൽ നമ്മളത് കുറച്ചും കൂടി വെയിറ്റ് ചെയ്യിപ്പിക്കും. അതിനെ നമ്മൾ പിന്നെ യൂസ് ചെയ്യും. ആൻഡ് ഓൾസോ അത്ര കുറേ ഫുഡ് കഴിക്കാൻ പറ്റില്ല. നമുക്ക് ബോഡി കണ്ടിന്യൂസ് മോഷനിലായതുകൊണ്ട് ആക്ച്വലി കണ്ടിന്യൂസ്ലി വിഷന്നുകൊണ്ടിരിക്കും. ബട്ട് എന്നാലും നമുക്ക് ഫുഡിന് ഭയങ്കര ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്കിങ്ങനെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ കഴിക്കുന്ന പോലെ കുറേ ചോറൊന്നും കഴിക്കാൻ പറ്റില്ല. ഇറ്റ്സ് ഓൾ ലിമിറ്റഡ്. ഇപ്പം രാവിലെ നമുക്ക് ബ്രെഡ് നമ്മൾ ബേക്കിംഗ് ഒക്കെ മെഷീൻ ഉണ്ട്. സോ ഫോറിനേഴ്സ് ആണ്, അവരുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ ബ്രെഡ്, പാസ്ത, റൈസ്, ഇതായിരുന്നു നമ്മുടെ ഒരു സിസ്റ്റം. അപ്പോൾ മോർണിംഗ് എപ്പോഴും ബ്രെഡ് ബേക്ക് ചെയ്യും. രാത്രി തലേന്ന് ബേക്ക് ചെയ്ത് വെച്ചിട്ട് രാവിലെ ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം. അതും എല്ലാവർക്കും 2 slices കിട്ടുള്ളൂ. പിന്നെ ലഞ്ച് ആണെങ്കിലും എത്ര പോർഷനിൽ ആൾക്കാർക്ക് ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. സോ എവറിത്തിങ് ഇസ് ലിമിറ്റഡ് ഓൺ എ സെയിൽ ബോട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതൊക്കെ പ്രിപ്പയർഡ് ആൻഡ് പ്ലാൻഡ് ആണ്. ഇതിലൊരു ഡേ ഇൻ മൈ ലൈഫ് എന്ന രൂപത്തിൽ പറയുകയാണെങ്കിൽ ഒരു മോർണിംഗ് ടു നൈറ്റ് എങ്ങനെയാണ് ഷിഫ്റ്റ് ഉണ്ടാവുക, എന്തൊക്കെയാണ് റൂട്ടീൻസ് ഉള്ളത്? ഓക്കെ, സോ എല്ലാവരുടെ ഷിഫ്റ്റ്സും വേറെ ആയതുകൊണ്ട് ഓരോ ആൾക്കാരുടെ ടൈം അനുസരിച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ യൂഷ്വലി ഇത് സ്റ്റാർട്ട് ചെയ്യണത് രാത്രി ആയിരിക്കും. ബിക്കോസ് ഞാൻ നൈറ്റ് ഷിഫ്റ്റിലാണ്. വാച്ച് കീപ്പിംഗ് എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യണത് രാത്രിയാണ്. ഇപ്പോൾ ലെറ്റ്സ് എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യണത് അപ്പോഴാണെങ്കിൽ ഒരു 2 AM to 5 PM ഒക്കെ 5 AM ആണെങ്കിൽ അപ്പം ആ ഒരു ലേറ്റ് നൈറ്റ് വാച്ച് ആയിരിക്കും. അപ്പം എൻറ്റയർ ബോട്ട് ഉറങ്ങുമായിരിക്കും. അപ്പോൾ ഞാൻ വാച്ച് കീപ്പ് ചെയ്യും. എങ്ങനെയാണ് വിൻഡ് അത് ഇതൊക്കെ നിയർ ബൈ എന്തെങ്കിലും ഉണ്ടോ. വാച്ച് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നാവിഗേഷൻ നമ്മളെ സ്റ്റിയറിങ്ങിനടുത്ത് നമ്മളുണ്ടാവും. അപ്പോൾ നമ്മളെല്ലാം നോക്കുക. ഒരു 5 മണിയാകുമ്പോൾ അടുത്ത റിലീവർ വരും. അപ്പം ഞാൻ എന്തൊക്കെയാണ് സംഭവിച്ചത്, എങ്ങനെയാണ് റൂട്ട്, വിൻഡ് എങ്ങനെയാണ്, അതൊക്കെ ഹാൻഡ് ഓവർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ കിടന്നുറങ്ങും. പിന്നെ ഞാനൊരു ഉച്ചയാകുമ്പോഴേക്കും എണീക്കുക.
സോ മൈ ഡേ സ്റ്റാർട്ട്സ് ഫ്രം ഉച്ച. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ്ലി കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കും അവിടെ. സോ രാവിലെ ആണെങ്കിൽ മോർണിംഗിൽ എന്തെങ്കിലും അപ്പോൾ ഏതെങ്കിലും ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എണീക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ കുക്ക് ചെയ്യുന്നുണ്ടാവും. സോ ഐ വിൽ ഓൾസോ ഹെൽപ്പ്. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് ലഞ്ച് എപ്പോഴും ഒരുമിച്ച് കഴിക്കും. അപ്പോൾ ലഞ്ച് എല്ലാവരും ഒരുമിച്ച് കഴിക്കുമ്പം എന്തൊക്കെയാണ് നമുക്ക് നിയറസ്റ്റ് ന്യൂസസ് ഒക്കെ കിട്ടും. നമ്മുടെ കയ്യിൽ ന്യൂസസ് ഇങ്ങനെ വരുന്ന, നമ്മുടെ ബോട്ടിൽ ഈ യാത്ര ചെയ്ത ബോട്ടിൽ സ്റ്റാർലിങ്ക് ഉണ്ടായിരുന്നു, ബട്ട് വെരി ലിമിറ്റഡ് ഡേറ്റ, ചെറിയൊരു ഇന്റർനെറ്റ് കണക്ടിവിറ്റി കിട്ടുന്നില്ല. അപ്പം സോ ഹി യൂസ് ടു ഗെറ്റ് എന്തൊക്കെയാണ് നിയറസ്റ്റ് അപ്ഡേറ്റ്സ്, അപ്പൊ എന്തൊക്കെയാണ് നടക്കുന്നത്. അപ്പൊ നമ്മൾ ആ ലഞ്ച് ടേബിളിൽ ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്യും. അവിടെ എങ്ങനെയാണ് വിൻഡ്, നമ്മുടെ കൂടെ ഇറങ്ങിയ ബോട്ട് ദേ ആർ സ്റ്റക്ക് ഇൻ ലക്ഷദ്വീപ്, അങ്ങനെ ഓരോരോ അടുത്തുള്ള നിയർ ബൈ ന്യൂസസ് അതൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ മുമ്പിൽ വെതർ ഭയങ്കര മോശമാണ് അല്ലെങ്കിൽ നല്ലതാണ്, അങ്ങനത്തെ എല്ലാ അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യും. ആൻഡ് ഈവനിങ് ആകുമ്പോഴേ നമ്മൾ ലൈക്ക് സൺസെറ്റിന് എല്ലാവരും പുറത്തുണ്ടാവും. നമ്മൾ അവർക്ക് ഇന്ത്യൻ ചായ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ എല്ലാവരും ഇന്ത്യൻ ചായയുടെ ഫാനായി. നമ്മൾ ചായപ്പൊടിയൊക്കെ ഉണ്ടായിരുന്നു. സോ എല്ലാ ദിവസവും ഇവർക്ക് സെയിൽ ചെയ്യുമ്പോൾ വൈകുന്നേരം ചായ ഉണ്ടാക്കിയൊരു സിസ്റ്റം ആക്കി മാറ്റി. ആൻഡ് വി സ്റ്റാർട്ടഡ് മേക്കിംഗ് ചായ. അത് ഓട്ടോ പൈലറ്റിംഗ് സംവിധാനം കൂടി ഉണ്ടോ? ഉണ്ട്, ഓട്ടോ പൈലറ്റ് ഉണ്ട്. സോ നമ്മുടെ ഹെൽം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് വീലിൽ എപ്പോഴും ഒരാളുണ്ടാവും. സോ ക്യാപ്റ്റൻ ഓർ സമ്മൺ വാച്ച് കീപ്പർ വിൽ ബി ദേർ. ഓട്ടോ പൈലറ്റ് ഇട്ടാലും ഉണ്ടാവും. ബട്ട് ഒരു 5 minutes ഒക്കെ ചിലപ്പോൾ വേണമെങ്കിൽ ഒന്ന് മാറിയിക്കാം. നമ്മൾ ഒന്ന് മേക്ക് ഷുവർ ചെയ്യും അടുത്തൊന്നുമില്ല. ബിക്കോസ് ഇത് അത്ര ട്രാഫിക് ഉള്ള ഒരു ഏരിയ അല്ല. അറേബ്യൻ സീ നമ്മൾ പോകുന്ന റൂട്ട് ഇപ്പം ലെറ്റ്സ് സിംഗപ്പൂർ സ്ട്രീറ്റ് ഒക്കെ ആണെങ്കിൽ എന്താ പറയാ, നമ്മുടെ റോഡിലെക്കാളും ട്രാഫിക് ആണ് കടലിൽ അവിടെ. അപ്പൊ അങ്ങനെയുള്ള ഇതിൽ നമുക്ക് മാറിയിക്കാൻ പറ്റില്ല. പക്ഷെ ഈ ഒരു ലോങ് വോയേജിലൊക്കെ നമ്മുടെ റൂട്ടിൽ ആരും പൊതുവെ ഇല്ല. നമുക്ക് നിയർ ബൈ ബോട്ട് നമ്മുടെ എഗ്ഡിസ് അല്ലെങ്കിൽ നമ്മുടെ മാപ്പിൽ നമുക്ക് കാണാൻ പറ്റും എവിടേക്കാണ് അടുത്തടുത്തുള്ള ബോട്ട്സ്. പക്ഷെ സ്റ്റിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ റെഡ് സീ ഈ ഒരു ഏരിയ ആയതുകൊണ്ട്, മെഡിറ്ററേനിയനിലേക്ക് പോകുന്ന ഒരു റൂട്ട് ആയതുകൊണ്ട് ആൾക്കാർ AIS ഓഫ് ചെയ്തിട്ട് വരും, GPS ഒക്കെ ഓഫ് ചെയ്തിട്ട്. സൊമാലിയ പൈററ്റ്സിനെ പേടിച്ചിട്ട് വരുന്ന കുറെ ഷിപ്സും ബോട്ട്സും ഉണ്ട്. അപ്പം അവരൊക്കെ നമ്മൾ പേടിക്കണം. അതുകൊണ്ട് മാത്രം നമ്മൾ എപ്പോഴും ആ ഒരു സ്റ്റിയറിംഗ് വീലിലെടുത്ത ആളുണ്ടാവും. ഈ നാവിഗേഷനിൽ നോക്കുന്ന സമയത്ത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഇത്ര ദൂരത്ത് ഇന്ന ബോട്ട് ഉണ്ട്. യെസ്, എത്ര ദൂരത്തിൽ ഷിപ്പ് ഉണ്ട്, അത് എത്ര ഡിസ്റ്റൻസിലാണ്, നമ്മുടെ ആംഗിളിലാണോ വരുന്നത്. ഇപ്പൊ നമ്മൾ ഹെഡ് ഓൺ ആണെങ്കിൽ ആരാണ് ഡിസിഷൻ എടുക്കേണ്ടത്, ആരെങ്കിലും കോഴ്സ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതൊക്കെ നമ്മൾ ഓൾറെഡി പ്ലാൻഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ നേരെ ഒരു ബോട്ട് വരുന്നുണ്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതർ അക്കോർഡിംഗ്ലി, ചിലപ്പം അത് റൂൾസ് ഓഫ് കടൽ എന്ന് പറയുന്ന പോലെ ആരാണോ വരുന്നത് അപ്പം നമുക്ക് നിയമമുണ്ട് ആരാണ് മാറേണ്ടതെന്നുള്ള. അപ്പം അതിനനുസരിച്ചിട്ട് നമ്മൾ മാറി കൊടുക്കും. ഷിപ്സ് ആണെങ്കിൽ അവർക്ക് കോഴ്സ് ചേഞ്ച് ചെയ്യുന്നത് അത്ര എളുപ്പമല്ല. സോ വിൽ ചേഞ്ച് പാത്ത് ആൻഡ് വിൽ ഗോ. ഇതിൽ തന്നെ ഇപ്പൊ വിൻഡ് ബേസ് ചെയ്തിട്ടാണല്ലോ യാത്ര വരുന്നത്. അപ്പോൾ നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ റോപ്പ് വലിച്ചു കെട്ടുന്നതും അതുപോലെ ഇതിന്റെ സ്ലൈഡ് മാറ്റി ഹൈറ്റ് കൂട്ടുന്നതും കുറക്കുന്നതും ഒക്കെ. അപ്പൊ ഇതിന്റെ ഈ ട്രാവൽ ഡിസൈൻ എന്ന് പറയുന്ന പോലെ തന്നെ യാത്രയുടെ സമയത്ത് ഇത്തരം സെറ്റപ്പുകൾ ശരിക്കും എങ്ങനെയാണ് വരുന്നത്? അത് വിൻഡിനനുസരിച്ചിട്ട് ഈ റോപ്പ് സെറ്റ് ചെയ്യണതൊക്കെ അപ്പം ഡിസൈഡ് ചെയ്യുന്നതാണ്. ബിക്കോസ് നമ്മൾ വി ഹെഡ് ഔട്ട്, നമുക്കറിയാം നമുക്ക് ഹെഡ് ഓൺ വിൻഡ് ആണോ ബാക്കിൽ നിന്നാണോ സൈഡിൽ നിന്നാണോ പ്രോമിനന്റ് വിൻഡ് ഉള്ളതെന്ന്. പക്ഷെ ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ വിൻഡ് ഷിഫ്റ്റ് അനുസരിച്ചിട്ട് നമ്മൾ അപ്പം ഫുൾ ക്രൂ റെഡി ആയിട്ട് ലൈക്ക് നമ്മൾ വിൻഡ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബിഗർ ബോട്ട് ആണെങ്കിൽ, അപ്പോൾ 40 foot ഒക്കെ ഒരു ബോട്ടാണ്, അല്ലെങ്കിൽ ഇപ്പം 28 foot ആണെങ്കിൽ നമുക്ക് രണ്ടാക്കി ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ബിഗർ ബോട്ടായി ഒരു 40 foot 50 foot ഒക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ചിലപ്പോൾ 3 ആളുടെ ഹെൽപ്പ് വേണ്ടി വരും ടു ഗെറ്റ് ദ ഷീറ്റ് അല്ലെങ്കിൽ ഫ്രം ദ സെയിൽ ഫ്രം വൺ സൈഡ് ടു അതർ. അപ്പോൾ നമ്മൾ ക്രൂ ഫുൾ പ്രിപ്പയർഡ് ആയിരിക്കും. അപ്പം ബിക്കോസ് ഇപ്പോഴത്തുനിന്ന് ഒരാൾ ഇത് റിലീസ് ചെയ്യുമ്പോൾ അപ്പുറത്തുനിന്ന് ടൈറ്റ് ചെയ്യാൻ വേറെ ഒരാൾ കാണും. സിംഗിൾ ബോട്ടാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഊരിയിട്ട് ഇവിടുന്ന് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇത്രയും ഉണ്ടാവുള്ളൂ ബോട്ടിന്റെ സൈസ്. നമുക്കങ്ങനെ ഓടി നടക്കേണ്ട ആവശ്യമില്ല. ബിഗർ ബോട്ട് ആകുമ്പോൾ ഇപ്പുറത്തുനിന്ന് റിലീസ് ചെയ്യാൻ 2 ആൾക്കാരുണ്ടെങ്കിൽ അപ്പുറത്ത് ടൈറ്റ് ആക്കാൻ വേറെ 2 ആളുണ്ടാവും. ആൻഡ് ചില ബോട്ട്സിൽ എന്താ പറയുക, കൈ വെച്ചിട്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ്ലി തിരിക്കണം. ചില ബോട്ടിൽ ഇപ്പോൾ ഓട്ടോമേഷൻ സിസ്റ്റം ഉണ്ട്, അതിങ്ങനെ കെട്ടിയിട്ട് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ അതന്നെ കറങ്ങിക്കോളും. ബട്ട് സ്റ്റിൽ നമ്മൾ ഷീറ്റ് കറക്റ്റ് മേലെ പോകാൻ അസിസ്റ്റൻസിനും എല്ലാത്തിനും നമ്മൾ കുറച്ച് എന്തായാലും മാൻ പവർ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് കാറ്റ് കാരണം എപ്പോഴും ആ കറക്റ്റ് റാക്കിൽ ഷീറ്റ് വീഴണം എന്നില്ല. ഷീറ്റും നമ്മുടെ സെയിൽസും. അപ്പം അതൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക ആൻഡ് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. ചിലപ്പോൾ നമ്മൾ എന്താ പറയുക, സെയിൽസ് മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വിൻഡ് ഷിഫ്റ്റ് ആവും. അപ്പൊ നമ്മൾ അപ്പൊ തന്നെ വേഗം മാറ്റിയിട്ട് ഇപ്പുറത്തേക്ക് തിരിച്ചു വരണം. സോ ചില ഏരിയസിൽ നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആവാണ്ട് ചില വിൻഡ് പൊസിഷൻസ് മാറും. അതിനനുസരിച്ചിട്ട് അപ്പം പ്ലാൻ ചെയ്യുന്നത്. ഈ ക്രൂ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ അതിലൊരു ക്യാപ്റ്റൻ കൊണ്ട് ഒരാളെ പദവി കൊടുക്കും ഇത് കമാൻഡ് ചെയ്യാൻ. അതെങ്ങനെയാണ് അതിന്റെ മാനേജ്മെന്റ്? സോ അത് ഇപ്പൊ നമ്മളൊരു ടു മെനി കുക്സ് സ്പോയിൽ ദ ഗ്രൂപ്പ് എന്ന് പറയുന്ന പോലെ, ഒരു ഷിപ്പിൽ കുറെ ക്യാപ്റ്റന്മാരുണ്ടായി കഴിഞ്ഞാൽ എല്ലാവർക്കും പല പല അഭിപ്രായം ഉണ്ടാവും. സോ നമ്മൾ മുങ്ങും എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. സോ ബേസിക്കലി ഒരു ബോട്ട് പോകുമ്പോൾ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ ഒരാള് ഇസ് മച്ച് ഇമ്പോർട്ടൻറ്റ്. ഇഫ് ഇറ്റ്സ് വൺ പേഴ്സൺ ഹി ഈസ് ദ ക്യാപ്റ്റൻ. ഒറ്റ സോളോ ആണെങ്കിൽ കമാൻഡ് ചെയ്യുക. ബിക്കോസ് ഹി ഡിസൈഡ്സ് ദ റൂട്ട് പാത്ത് ആൻഡ് എവറിത്തിങ്. ഇപ്പം നമ്മുടെ ബോട്ടിൽ ഇപ്പോൾ 4 ആൾക്കാരുണ്ടെങ്കിൽ
സ്പെഷ്യലി ബോട്ട് ഓണർ ആയിരിക്കും മോസ്റ്റ്ലി ക്യാപ്റ്റൻ ആയിട്ട് ഇരിക്കുക, ബിക്കോസ് ഹി നോസ് ദ ബോട്ട്. എല്ലാ ബോട്ട് ഓണേഴ്സിനും സെയിലർ ആവണമെന്നില്ല, ബട്ട് സെയിൽ ചെയ്യണ ബോട്ട് ഓണേഴ്സ് ആയിരിക്കും ക്യാപ്റ്റൻ. ആൻഡ് ഹി ഡിസൈഡ്സ്, അതായത് ഇന്ന വാച്ച് ടൈമിൽ ഇന്ന നീ ഉണ്ടാവണം. ആൻഡ് അയാൾ ഓൾറെഡി ഒരു റൂട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവും, ബിക്കോസ് ഹി ഓൾറെഡി ഒരു മെയിൻ ക്യാപ്റ്റൻ ആയിരിക്കും റൂട്ട് സെറ്റ് ചെയ്യുക, വെദർ ചാർട്ട് നോക്കുക, എന്താണ് മുമ്പിൽ ഉണ്ടാവുന്നത് എന്നെല്ലാം പ്ലാൻ ചെയ്യുക. സോ നമ്മൾ ഇനി അതിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ വി ഓൾവേസ് ഇൻഫോം ദ ക്യാപ്റ്റൻ ആൻഡ് ഡു ഇറ്റ്. ബിക്കോസ് ഇത് ഒരു സിസ്റ്റം കൊണ്ടുവരാനാണ്, അത് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സിസ്റ്റം ഇല്ലെങ്കിൽ കുറച്ചെല്ലാം കൂടി കൊളാവുന്നത് കൊണ്ട് ഉള്ള ഒരു വേ ഓഫ് സിസ്റ്റമാണ്. ഇതിൽ രാത്രിയിലെ കടൽ പകലിലെ കടൽ എന്ന നിലക്ക് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അമൃത ചൂസ് ചെയ്യുന്ന മൊമെന്റ് ഏതായിരിക്കും? അതൊരു ക്വസ്റ്റ്യൻ ആണ്. രാത്രിയിലെ കടല് ഇസ് വേറെ ഒരു കടല്. എന്താന്ന് പറഞ്ഞാൽ ഇത് സെയിൽ ബോട്ട് ആയതുകൊണ്ട് നമ്മൾക്ക് ഭയങ്കര നിശബ്ദതയായിരിക്കും. മോട്ടേഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കടലിലെ സൗണ്ട് ഭയങ്കരമായിട്ട് അടുത്ത് അറിയാൻ പറ്റും. അപ്പം ഡേ ടൈം നമ്മൾ അത്ര ഒബ്സർവ് ചെയ്യില്ല. മേ ബി എനിക്ക് തോന്നുന്ന ആൾക്കാർ ചുറ്റിലുണ്ടാവും. ഡേ ടൈമിൽ നമ്മൾ ആൾക്കാരുള്ളത് കൊണ്ടാവാം, എല്ലാം കാണുന്നത് കൊണ്ടാവാം നമ്മൾ അത്ര വിജിലന്റ് അല്ല. രാത്രി ഞാൻ എക്സ്ട്രാ കോൺഷ്യസ് ആണ്. ഞാൻ ആസ് എ സെയിലർ ഞാൻ ഭയങ്കര അധികം ഓവർ തിങ്ക് ചെയ്യും, വിജിലന്റ് ആണ്, എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുന്നത് കൊണ്ട് രാത്രി ഈസ് വെരി നൈസ് ആൻഡ് സ്കേറി. രണ്ട് ഫീലിംഗ് കിട്ടും. ബിക്കോസ് ഇടയ്ക്ക് രാത്രി നമുക്ക് ഞാൻ ആ ഒരു സൊമാലിയ കോസ്റ്റിലേക്ക് കൂടി സെയിൽ ചെയ്യുമ്പം വെയിലിന്റെ ശബ്ദം കേട്ടായിരുന്നു. അപ്പം അതൊക്കെ നമ്മൾക്ക് കാണാതെ എക്സ്പീരിയൻസ് ചെയ്യാൻ, എൻ്റെ ചെവിയിൽ ഇത്രയും ഒരു സെൻസറി ഓർഗാൻസ് ഇത്ര ഉണർന്നിരിക്കുന്ന ഒരു സമയമായിരിക്കും അത്. അപ്പം ആ ഒരു ഫീലിംഗ് ഒക്കെ ഒരു എക്സ്ട്രീം ഫീലിംഗ് ആണ്. അതെങ്ങനെ എനിക്ക് പറഞ്ഞാൽ അറിയില്ല. അപ്പൊ രാത്രി സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലൈയിങ് ഫിഷസ് വന്ന് ബോട്ടും തട്ടിക്കൊണ്ടിരിക്കും, ടക്ക് ടക്ക്. അത് ഡേ ടൈം തട്ടുന്നുണ്ടാവും, പക്ഷെ ഡേ ടൈം നമ്മൾ ഒബ്സർവ് ചെയ്യില്ല. രാത്രി ഒറ്റയ്ക്ക് ഇരുന്ന് ഞാൻ വാച്ച് കീപ്പിലായതുകൊണ്ട് ഞാനാണ് ഇൻചാർജ്. അപ്പം മേ ബി ഐ എം എക്സ്ട്രാ കോൺഷ്യസ്. അപ്പം എവറിത്തിങ് അതെല്ലാം എൻ്റെ തലയിലുണ്ട്. ആൻഡ് രാത്രി എൻ്റെ മെയിൻ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഫോണിൽ നമ്മളെ സ്റ്റാർസ് നോക്കുന്ന ആപ്പ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പം എനിക്ക് അറിയാത്ത കുറേ കോൺസ്റ്റലേഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഇരുന്നിട്ട് എല്ലാം നോക്കാം. ബിക്കോസ് രാത്രി കടല് നമ്മൾ ഒരിക്കലും നാട്ടിൽ കാണാത്ത ആകാശം ഞാൻ കടലിൽ കണ്ടിട്ടുണ്ട്. അതൊരു പ്രത്യേക ഒരു ഭംഗിയായിരുന്നു. ബിക്കോസ് ലൈറ്റ്സ് ഇടില്ല നാവിഗേഷനിൽ. രാത്രി ലിറ്ററലി നോ ലൈറ്റ്സ് ആണ്. നാവിഗേഷൻ ലൈറ്റ്സ് ഓൺ ആയിരിക്കും, അത് നമ്മൾക്ക് കണ്ണിൽ കാണില്ല. അത് ഓപ്പോസിറ്റ് വരുന്ന ബോട്ട്സിനെ കാണുള്ളൂ. അപ്പം ഫുൾ ഇരുട്ടത്ത് നമ്മൾ സ്കൈ ഇത്രയും ക്ലിയർ സ്കൈ, ഇത്രയും ഒരു പൊല്യൂഷൻ ഇല്ലാത്ത സ്കൈ ഒക്കെ ഞാൻ കടലിൽ മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. അതൊരു വേറെ ഫീലിംഗ്. അതിലിപ്പോ ബയോലൂമിനൻസ് കൂടി ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമ്മൾ ഇവിടെയൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പൊ കവര് കാണാൻ പരമാവധി കുമ്പളങ്ങി പോവുക എന്നുള്ളതാണ്. അവിടെ ശരിക്കും ആ എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും? സ്പെഷ്യലി നമ്മൾ ഇന്ത്യൻ ഓഷ്യനിൽ അത്രക്കും ഈ ബയോലൂമിനൻസ് ഉണ്ടാവും. ഈ കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ബോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഈ സൈഡിലേക്ക് ഡിസ്പ്ലേസ് ആവില്ലേ വെള്ളം, അപ്പോഴും നമ്മളത് കൂടുതൽ കാണാം. അപ്പൊ അതൊരു ഭയങ്കര ഡിഫറെന്റ് ഫീലിംഗ് ആണ്. അത് നമുക്ക് എന്തോ ഒരു എക്സൈറ്റ്മെന്റ് തരും. ഞാൻ ഷിപ്പിൽ ഇത് മുമ്പ് കണ്ടിട്ടുണ്ട്. ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈറ്റിലായതുകൊണ്ട് ദൂരെ നിന്ന് കുറച്ച് കാണാൻ പറ്റിയിട്ടുള്ളൂ. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇത് അടുത്തുനിന്ന് കണ്ടിരുന്നെങ്കിലോ. അപ്പൊ ഞാനൊരു സെയിലറായി ചെറിയ സെയിൽ ബോട്ടിൽ പോകുമ്പോഴാണ് ആ എക്സ്പീരിയൻസ് ശരിക്കും എന്താണെന്ന് അറിയാൻ പറ്റി. അപ്പം അടുത്തുനിന്ന് ഇത് കാണുമ്പോൾ ഒരു ഡിഫറെന്റ് ഫീലിംഗ് ആണ്. സ്പെഷ്യലി ആ ഒരു ഫ്ലൈയിങ് ഫിഷസും നമുക്ക് വന്ന് ഇടിക്കും. ഫ്ലൈയിങ് ഫിഷസിന് ഒരു ഭയങ്കര പ്രത്യേക കളർ ഉണ്ട്. അപ്പം ഈ റൂട്ടിൽ ബയോലൂമിനിസെൻസും ഫ്ലൈയിങ് ഫിഷസ് ഒക്കെ ഭയങ്കര കോമൺ ആയതുകൊണ്ട് ഇറ്റ്സ് എ വെരി വെരി നൈസ് എക്സ്പീരിയൻസ്. എങ്ങനെയാന്ന് പറയാതെ എനിക്കൊന്ന് അറിഞ്ഞെന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. കടലിനെ കുറിച്ച് ആൾക്കാർ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഓരോ മൊമെന്റിലും എന്താണ് കടൽ തരിക എന്നുള്ളത്. അത് ചിലപ്പോൾ ലൈഫ് ടൈം മൊമെന്റ് ആയിരിക്കും, ആ ചെറിയ മില്ലി സെക്കൻഡിൽ കിട്ടുക എന്നൊക്കെ. അങ്ങനത്തെ ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അങ്ങനെയുള്ള ലൈഫ് ടൈം എക്സ്പീരിയൻസസ് ഒന്ന് വെയിലിനെ കണ്ടത്. വെയില് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യില്ല. ആ ഒരു നമുക്ക് കടൽ എന്താ തരിക നമുക്ക് ശരിക്കും പറഞ്ഞാൽ അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ മേലെ ഇരുന്നിട്ട് എന്തോ ഈവനിങ് ചായ എന്തോ കുടിക്കുന്ന സമയത്തായിരുന്നു നമ്മുടെ കൂടിൽ ആരോ സ്പോട്ട് ചെയ്തു, അവിടെ വെയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. ബട്ട് നമ്മൾ ഡിസ്ബിലീഫിലാണ്, ബിക്കോസ് നമ്മൾ തോന്നിയതാണെങ്കിലോ. ബട്ട് എല്ലാവരും അവിടെയായി. നെക്സ്റ്റ് അത് പുറത്തേക്ക് വരാനുള്ള ഒരു ഫ്യൂ സെക്കൻഡ്സ് അല്ലെങ്കിൽ മിനിറ്റ്സ് ഉള്ള വെയിറ്റിംഗ് ഉണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ഇതൊരു എന്താ പറയുക സസ്പെൻസ് മൂവിയോ ഒരു ത്രില്ലർ മൂവിയോ ഒക്കെ ഉള്ള പോലെയുള്ള ഒരു എക്സ്പീരിയൻസാണ്. അത് എന്നിട്ട് അത് പുറത്തേക്ക് വരുമ്പോൾ നമുക്കൊരു ഗൂസ് ബംസ് വരാറുണ്ട്. ഓൾസോ അത് അത്രയ്ക്കും ഹ്യൂജ് ആണെന്ന് റിയലൈസ് ചെയ്യുന്നത് നമ്മൾ ടിവിയിലും ഇതിലും മാത്രം കണ്ടിട്ട് നേരിട്ട് കാണുമ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്ത് അത്രയും ഹ്യൂജ് ആണെന്നുള്ളത്. ഒന്നാമത് നമ്മൾ കടൽ പഠിപ്പിക്കുന്ന ഒരു മേജർ കാര്യം അത്രയും വാസ്റ്റ് ഓഷ്യൻ, നമ്മൾ സ്പെഷ്യലി അറേബ്യൻ സീയിൽ അടുത്തൊരു കാര്യമില്ലാണ്ട് 19 ദിവസം സെയിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
അപ്പൊ തന്നെ നമ്മൾ കടൽ പഠിപ്പിക്കുന്ന ഒരു മേജർ കാര്യം നമ്മൾ മനുഷ്യന്മാരൊക്കെ അത്രക്കും ഇൻവാലിഡ് അല്ലെങ്കിൽ അത്രയും ചെറുതാണ്. നമ്മുടെ പ്രസൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിക്ക് അത്രക്കും ചെറുതാ. അപ്പൊ നമ്മളെ ഭയങ്കര ഗ്രൗണ്ടഡ് ആക്കി വെക്കുന്ന ഒരു സാധനമാണ് ഈ കടൽ. അപ്പൊ അതില് നമ്മൾ ഇത്രയും ചെറുതായി ഫീൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു മാസീവ് ആനിമൽ വരുമ്പോഴാണ് നമ്മൾ അതിന്റെ സൈസ് റിയലൈസ് ചെയ്യുക. അപ്പോൾ അതൊക്കെ ഒരു അൺഫോർഗറ്റബിൾ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഇത്രക്ക് പ്രിക്കോഷൻ എടുക്കുമ്പോൾ ഇപ്പോൾ ഹെൽത്ത് സ്റ്റേജിലാണെങ്കിലും അതല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് നമ്മൾ സ്ട്രഗിൾസ് ഫേസ് ചെയ്യേണ്ടി വരുമല്ലോ. അങ്ങനെ നമ്മൾ എടുക്കുന്ന ഒരു പ്രിക്കോഷൻസ് എങ്ങനെയാണെന്നുള്ളതും അങ്ങനെ എന്തെങ്കിലും സ്ട്രഗിൾസ് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്. സ്ട്രഗിൾസ് എന്ന് പറഞ്ഞാൽ ഇപ്പം മുറിയ അങ്ങനെ എന്തെങ്കിലും ആക്സിഡൻസ് ഉണ്ടാവുക, ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ കണ്ണിന് വന്ന പ്രശ്നമായിരുന്നു എന്നെ ഒന്ന് ഒരു ഫിയറിലേക്ക് എത്തിച്ചത്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നിയറസ്റ്റ് ഡോക്ടറിനെ ഓൺലൈൻ കോൺടാക്ട് ചെയ്തിട്ട്, ഇപ്പം കുറച്ച് നെറ്റ് ഉണ്ടല്ലോ, അപ്പം നമ്മളതൊക്കെ എമർജൻസിക്ക് വേണ്ടിയിട്ട് സേവ് ചെയ്ത് ഇരിക്കുന്ന നെറ്റ് ആയിരിക്കും. അപ്പം നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് എന്താ ചെയ്യാൻ പറ്റും, അപ്പോൾ അവർ ലിസ്റ്റ് ഓഫ് മെഡിസിൻസ് എന്താ ഉള്ളതെന്ന് ചോദിക്കും. സോ ദ ഓൺലി വേ ഈസ് കോൺടാക്ടിങ് ദ നിയറസ്റ്റ് ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ നമ്മുടെ അറിയണ ഒരു പേഴ്സണൽ ഡോക്ടറെ വിളിക്കുക, ഇന്ന മെഡിസിൻസ് ഉണ്ട്, എന്നിട്ട് പ്രിക്കോഷൻസ് എടുക്കുക. അതല്ലാതെ നമ്മൾക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ദർ ഇസ് നോ അതർ വേ ഔട്ട്. നമ്മൾ അടുത്ത കര എത്തുന്നത് വരെ, ഇപ്പൊ ഒരു വലിയ മുറിവാണ്, സ്റ്റിച്ച് ഇടാൻ ആർക്കും അറിയില്ല എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ബെയർ വിത്ത് ഇറ്റ്. അതായത് ആ ഒരു കര എത്തുന്നവരെ നമുക്ക് സഹിച്ചേ പറ്റുള്ളൂ. ഇതിൽ തന്നെ ഇപ്പോൾ ഓരോ രാജ്യങ്ങൾ പാസ് ചെയ്യുന്ന സമയത്ത് ഈ സീ പോർട്ടിൽ അതിന്റെ ഇൻഫോർമേഷൻ പാസ് ചെയ്യുകയോ അതിന്റെ ഡാറ്റ അതെങ്ങനെയാണ് അത്തരം കാര്യങ്ങൾ വരുന്നത്? സോ നമ്മൾ ഒരു കൺട്രി ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മളിപ്പം അവരുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സിൽ എൻട്രി ആണെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി അവിടെ നിന്ന് കോൾ വരും. അല്ലെങ്കിൽ നമ്മൾ മുമ്പേ ആക്ച്വലി അറിയിക്കും. പോർട്ട് ഓഫ് കൺട്രോളിൽ നമ്മൾ വോക്കി ടോക്കി എടുത്തിട്ട് VHF എടുത്തിട്ട് അറിയിക്കും, നമ്മൾ ഇങ്ങനെ ഒരു ബോട്ടാണ്, ഇത്ര നമ്പർ ഓഫ് പാസഞ്ചേഴ്സ് ഉണ്ട്, ജർമ്മൻസ് ആണ്, ഇന്ത്യൻസ് ആണ്, നമ്മൾ ഫുൾ ലിസ്റ്റ് കൊടുത്തിട്ട് വി ആർ എൻറ്ററിങ് എന്നിട്ട് പെർമിഷൻ ചോദിച്ചിട്ട് നമുക്ക് ഏതൊരു കൺട്രിയുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സിൽ എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. ഇവൻ എക്സിറ്റിംഗ് ആണെങ്കിലും നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എൻ്റെ കമൻസിൻ്റെ അടിയിലൊക്കെ വന്നിട്ട് ആൾക്കാർ ദിസ് ഈസ് സെക്യൂരിറ്റി ബ്രീച്ച്, ദിസ് ഈസ് ബുൾഷിറ്റ്, യു കനോട്ട് ഡു ദിസ്. അത് ആൾക്കാർക്ക് അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ്. ബിക്കോസ് അങ്ങനെ ഒരു കൺട്രീൻ്റെ ഇൻ ആൻഡ് ഔട്ട് ടെറിട്ടോറിയൽ വാട്ടേഴ്സിൽ നമുക്ക് സെക്യൂരിറ്റി ബ്രീച്ച് ചെയ്ത് കയറാനൊന്നും പറ്റില്ല. ബിക്കോസ് ദേ ഓൾ ഹാവ് നേവി ഫോഴ്സസ്, കോസ്റ്റ് ഗാർഡ് ഫോഴ്സസ്, ഇവരൊക്കെ വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ എപ്പോഴും ഇൻഫോം ചെയ്യും, എന്നിട്ട് അവരുടെ പെർമിഷൻ ചോദിച്ചിട്ട് യെസ് അവർക്ക് ഓൾറെഡി നമ്മൾ വരുന്നുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ നമ്മൾ മെയിൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവർ അല്ലെങ്കിൽ മെയിൽ ചെയ്യാത്ത എൻട്രി ആണെങ്കിൽ അവർ നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് എടുക്കും. ബിക്കോസ് അവർക്ക് നമ്മളെ ബോട്ടിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. VHFൽ നമ്മൾ പറഞ്ഞു നമ്മളിങ്ങനെ വരുന്നുണ്ട്, ആൻഡ് ദെൻ ഓൺലി ദേ ഗിവ് അസ് എ പെർമിഷൻ ടു എൻറ്റർ. ആൻഡ് എൻട്രി ചെയ്തിട്ട് നമ്മൾ അവിടെ ആങ്കർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പോട്ട് കണ്ട് ആങ്കർ ചെയ്ത് കഴിഞ്ഞാൽ ഇതർ ഇമിഗ്രേഷൻ കം ടു അവർ ബോട്ട്, എന്നിട്ട് നമ്മൾ എല്ലാ പേപ്പേഴ്സും ചെക്ക് ചെയ്യും, നമ്മൾ പാസ്പോർട്ട്സ് ചെക്ക് ചെയ്യും. എന്നിട്ട് ഇതർ നമ്മൾ അവിടെ നിന്ന് വി ഗോ ടു ദ ലാൻഡ് ആൻഡ് അവർ വി ഗെറ്റ് ദ സീപോർട്ട് സ്റ്റാമ്പ്, അല്ലെങ്കിൽ അതാണ് യൂഷ്വൽ സിസ്റ്റം. സോ വി ഗോ ടു ദ കൺട്രി ആൻഡ് ഗെറ്റ് ദ സീപോർട്ട് സ്റ്റാമ്പ് ആൻഡ് ദെൻ കം ബാക്ക്. അപ്പം വി ആർ ഒഫീഷ്യലി allowed to enter the country. അപ്പൊ അതുവരെ അതാണ് പ്രൊസീജിയർ. ഇതിന്റെ യാത്രയുടെ ഇടയിലേക്ക് നമുക്ക് ഒരു സ്റ്റേ ബാക്ക് എന്ന നിലക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പ് എന്ന നിലക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ് ഉണ്ടോ, അതല്ല കണ്ടിന്യൂസ്ലി സെയിലിംഗ് പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഡിപ്പെൻഡിങ് ഓൺ പ്ലേസസ് ടു പ്ലേസസ്, ജോഗ്രഫി പോലെ ഇരിക്കുന്നത്. ബിക്കോസ് നമ്മൾക്ക് സെയിൽ ചെയ്യുന്ന ഇന്ത്യ ടു നമ്മുടെ കൊച്ചി ടു ജിബൂട്ടി പോയ എൻ്റെ യാത്ര എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് ആകെയുള്ള സ്റ്റോപ്പ് ഒരു 3rd 4th ഡേയിൽ ലക്ഷദ്വീപ് ഐലൻഡ്സ് ആണ്. ലക്ഷദ്വീപ് ഐലൻഡ്സിൽ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമേ പെർമിഷൻ ഒക്കെ വേണം. സോ അതും നമുക്ക് അങ്ങനെ വിത്തൗട്ട് പെർമിഷൻ എൻട്രി ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ അവിടെ ആക്ച്വലി ഒരു 3rd ഡേ ജസ്റ്റ് ഒരു ആങ്കറേജ് സ്റ്റോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു 1 night. അതിനുശേഷമാണ് ബാക്കി കണ്ടിന്യൂസ് സെയിലിംഗ്. പിന്നെയുള്ള സെയിലിംഗിൽ നമുക്ക് ഒരു സ്റ്റോപ്പ് എടുത്തിട്ടില്ല. ആകെയുള്ളത് സൊക്കോത്ര ഐലൻഡ്സ് ആണ്, അത് യമൻ്റെ അണ്ടറിലാണ്. പിന്നെയുള്ളത് സൊമാലിയാണ്, വിച്ച് വി ഡോണ്ട് വാണ്ട് ടു റിസ്ക് അവർ സെൽസ്. സോ ജോഗ്രഫി പോലെ ഇപ്പോൾ ചില നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്ന റൂട്ട്, ലെറ്റ്സ് സേ ഇപ്പോൾ നിങ്ങൾ തായ്ലൻഡിൽ നിന്ന് ഇന്ത്യയിൽ വരാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇഫ് ദർ ആർ സം ഐലൻഡ്സ് ടു സ്റ്റോപ്പ് ബൈ, നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. സോ ഇതെല്ലാം ഈ ബോട്ട് ചാർട്ടർ അല്ല പ്ലാൻ ചെയ്യുന്നതിന് മുമ്പിലേ നമ്മളെല്ലാം പ്ലാൻ ചെയ്യും, നമ്മൾ എവിടെയൊക്കെ നിർത്താൻ പറ്റും. ഇപ്പം എന്തെങ്കിലും എമർജൻസി, ഇപ്പോൾ നേരത്തെ ചോദിച്ചതുപോലെ എമർജൻസി ഉണ്ടെങ്കിൽ ഏത് പോർട്ടിലേക്കാണ് അവൻ തിരിഞ്ഞിട്ട് പെട്ടെന്ന് എത്താൻ പറ്റുന്നത്. ഇഫ് സമ്മൺ ഈസ് റിയലി ലൈക്ക് നമ്മളൊരു ഡെത്ത് സ്റ്റേഷൻ ആണല്ലോ ഏറ്റവും വേസ്റ്റ്, അങ്ങനെ സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമ്മൾ ഓൾറെഡി ആ ചാർട്ടിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും നിയറസ്റ്റ് ഇഫ് ഇൻ കേസ് ഓഫ് എമർജൻസി അല്ലെങ്കിൽ വെതർ ബാഡായി നമ്മൾ ഷെൽട്ടർ എടുക്കാൻ പറ്റുന്ന നിയറസ്റ്റ് ഐലൻഡ് അല്ലെങ്കിൽ ലാൻഡ് ചെയ്താണ്, എന്നിട്ട് അവരുടെ ഇതിലേക്ക് നമ്മൾ ഹെഡ് ചെയ്യും. ആ ഒരു മെത്തേഡ് മാത്രമേ ഉള്ളൂ. അതന്നെ ഒരു 4 days ദൂരമാണെങ്കിൽ വി ഡോണ്ട് ഹാവ് എൻ ഓപ്ഷൻ, നമ്മളത് എടുത്തേ പറ്റുള്ളൂ. ഇതിൽ തന്നെ ചുറ്റും ലാൻഡ് ഇല്ലാതെ കടൽ മാത്രമാണല്ലോ. അപ്പോൾ കണ്ടിന്യൂസ്ലി ഇപ്പൊ 19 days എന്ന് പറയുമ്പോൾ നമ്മൾ പൂർണ്ണമായി തന്നെ ചുറ്റും കടൽ മാത്രമാണ് രാവും പകലും വരുന്നത്. അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ച് അവരുടെ ഒരു മെയിൻ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ മടുപ്പ് ഫാക്ടർ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇത് അമൃതയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് എങ്ങനെയായിരുന്നു ഡേ നൈറ്റ് ലൈഫ് എന്നുള്ളത്?
കടൽ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാ ഇമോഷൻസിലേക്ക് കൂടിയും കൊണ്ടുപോകും. ചില ദിവസം എക്സൈറ്റിംഗ് ആയിരിക്കും, നമ്മൾക്ക് ഇങ്ങനെ ഈ വെയിലിനെ കണ്ട ദിവസം ചില ഭയങ്കര ബ്യൂട്ടിഫുൾ പെയിന്റ് ചെയ്തിട്ടുള്ള പോലെ സൺസെറ്റ്സ് ഉണ്ടാവും, അതൊക്കെ ഭയങ്കര അടിപൊളിയായിരിക്കും. പക്ഷെ ചില ദിവസങ്ങളിൽ നമ്മൾക്ക് ഈ ഒരു 6th-7th ഡേ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 19 ദിവസം ഉണ്ടെന്ന് നമുക്ക് അറിയാം, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത 16 ഡേ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്, എന്നിട്ട് നമ്മൾ എത്തിയത് 19 ദിവസത്തിലാണ്. അപ്പം അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട്. അപ്പം ഇടയിൽ ഈ ലോൺലിനെസ്, ഈ ഒരു ഏകാന്തതയും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു മടുപ്പ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, നമുക്ക് ഒരു ഫ്രസ്ട്രേഷൻ ഒക്കെ തോന്നും, ഇത് എന്താ എത്താത്ത, ലൈക്ക് ആ ഒരു ഫ്രസ്ട്രേഷൻ ഫീൽ ചെയ്യിപ്പിക്കും. ചിലപ്പം ഭയങ്കരമായിട്ട് പേടിപ്പിക്കും കടൽ. നമ്മളെ വെതർ മോശമായി കഴിഞ്ഞാൽ നമുക്കൊരു കൈൻഡ് ഓഫ് ഫിയർ വരും. നമ്മളെല്ലാം ചെയ്ത ഈ എന്തിനാണ് നീ ഇതിന് പുറപ്പെട്ടതെന്ന് നമ്മളെ കൊണ്ട് ചോദിപ്പിക്കും. ലൈക്ക് ആ ഒരു കൈൻഡ് ഓഫ് ഹാപ്പിനെസ് ഉണ്ടാവും, ലോൺലിനെസ് ഉണ്ടാവും, ഫിയർ ഉണ്ടാവും, ജോയ് ഉണ്ടാവും. ഒരു നമുക്ക് കരയിൽ ഇതുവരെ കിട്ടാത്തൊരു ജോയ് നമുക്ക് കടൽ തരും. മേ ബി അതായിരിക്കും നമ്മൾ എന്നെ കടലിലേക്ക് തിരിച്ചെപ്പോഴും വിളിക്കുന്നത്. ബിക്കോസ് ഈ ഒരു കൈൻഡ് ഓഫ് മിക്സർ ഓഫ് ഇമോഷൻ, ഇതൊരു കൈൻഡ് ഓഫ് അഡ്രിനാലിൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. കുറേ ഇമോഷൻസ് ഒരുമിച്ച് തന്നിട്ട് തിരിച്ച് കരയിലേക്ക് അയക്കും. അപ്പോൾ നമ്മൾക്ക് ഞാൻ ഇതുവരെ കാണാത്ത രീതിയിൽ ഞാൻ കര എൻജോയ് ചെയ്യാൻ പഠിച്ചത് കടലിൽ പോയതിനു ശേഷമാണ്. തിരിച്ചു വന്നതിന് ശേഷമാണ് ഞാൻ മരങ്ങളും ഇലകളും മലകളും ഇതൊക്കെ പെർട്ടിക്കുലർ ആയിട്ട് ഇങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് എൻ്റെ ഒബ്സർവേഷൻ സ്കില്ല് ഭയങ്കരമായിട്ട് കൂടി. ആൻഡ് ഇതിനൊക്കെ ഇത്ര ഭംഗിയുണ്ടെന്ന് തന്നെ കടലാണ് പഠിപ്പിച്ചത്. അപ്പം നമ്മൾ തന്നെ ഇപ്പൊ ബീച്ചിലേക്ക് പോകുമ്പോൾ സൺറൈസും സൺസെറ്റിനുമാണ് നമ്മൾ മെയിൻലി ബീച്ച് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ കടലിന്റെ ഉള്ളിൽ അതല്ലെങ്കിൽ ചുറ്റുപാട് കടലിൽ ഒരാളെ സംബന്ധിച്ച് സൺറൈസും സൺസെറ്റും എങ്ങനെയാണ് ഫീൽ ചെയ്യാറുള്ളത്? സൺറൈസും സൺസെറ്റും എൻ്റെ അടുത്ത് കുറെ ആൾക്കാർ ചോദിക്കുന്ന ഒരു മെയിൻ ചോദ്യമാണ്, ഇത് എപ്പോഴും ഒരേ സൺസെറ്റും സൺറൈസും അല്ലേ, ബോറടിക്കില്ലേ എന്നുള്ളൊരു ചോദ്യമാണ്. പക്ഷെ എല്ലാ ഈ സ്ഥലങ്ങളും ഡിഫറെൻ്റ് ആണ്, എല്ലാ സൺറൈസസും സൺസെറ്റ്സും ഡിഫറെൻ്റ് ആണ്, അതിൻ്റെ കളേഴ്സ് ഡിഫറെൻ്റ് ആണ്, ആൻഡ് നമ്മുടെ ഇമോഷൻസ് ഡിഫറെൻ്റ് ആണ് മേജർലി. ഇന്ന് എനിക്ക് സൺസെറ്റ് ഭയങ്കര ജോയ്ഫുള്ളി ആസ്വദിക്കേണ്ട ദിവസമാണെങ്കിൽ അതിന് പ്രത്യേക ഒരു ഫീലിംഗ് ആയിരിക്കും. എന്നാൽ നെക്സ്റ്റ് ദിവസം ഞാൻ ഭയങ്കര സാഡാണ്, അപ്പം ഈ സൺസെറ്റും സൺറൈസ് ഒക്കെ നമുക്ക് ഒരു വേറൊരു പെയിന്റിംഗ് ആയിട്ടാണ് തോന്നുക. ഇതൊക്കെ ഒരു ആർട്ടിസ്റ്റിക്, ഒരു എന്താ പറയുക, ദൈവം അല്ലെങ്കിൽ പ്രകൃതി നമുക്ക് വേണ്ടി വരച്ചു തരുന്ന ഒരു കൈൻഡ് ഓഫ് ഡ്രോയിങ് പോലെയാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്. സോ എവറി ഡേ ഈസ് ഡിഫറെൻറ്റ്. എവറി സൺസെറ്റിന് ഓരോ ഏരിയസിലുള്ള കളേഴ്സ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ആൻഡ് ആ ദിവസത്തെ നമ്മളെ അറ്റ്മോസ്ഫിയറിലുള്ള എയർ കാരണം ഓരോ ഇത് വരുന്ന രീതി ഉണ്ടാവല്ലോ, നമ്മളെ കണ്ണിൽ പെർസീവ് ചെയ്യുന്ന ഒരു കളേഴ്സ് ഉണ്ടാവല്ലോ. എവറി ഡേ ഈസ് ഡിഫറെൻറ്റ് ഐ വുഡ് സേ. ആൻഡ് ഐ പേഴ്സണലി എൻജോയ് ദാറ്റ് ആ ഒരു ട്വിലൈറ്റ് ടൈമും അല്ലെങ്കിൽ ആ ഒരു കളേഴ്സും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നതാണ്. ഈ കടലിലെ പ്ലാസ്റ്റിക് ഇഷ്യൂ കുറിച്ച് പലപ്പോഴും സംസാരിക്കാറുണ്ട്. അത് റിയലൈസ് ചെയ്യാൻ പറ്റിയ മൊമെന്റ് എങ്ങനെയായിരുന്നു? അത് എനിക്ക് ഇപ്പോഴും എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കടലിൽ പ്ലാസ്റ്റിക് കാണുമ്പോഴാണ്. സോ നമ്മൾ ഇത്രയും ദൂരം സെയിൽ ചെയ്തിട്ട് നമ്മൾ മനുഷ്യന്മാരുടെ ഒരു ട്രേറ്റ് പോലും ആ ഒരു ഏരിയയിൽ ഇല്ല. ആരും മനുഷ്യന്മാരില്ല, നമ്മൾ 4 പേരല്ലാതെ എന്ന് വിചാരിക്കുമ്പോഴായിരിക്കും ഒരു കൈൻഡ് ഓഫ് നമ്മളെ ഒരു കള്ളിൻ്റെ കുപ്പിയോ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് ബോട്ടിലോ എന്തെങ്കിലും ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് വരുന്ന കാണാൻ പറ്റും നമുക്ക്. അത് നമുക്ക് റീച്ചബിൾ പോലും ആയിരിക്കില്ല, ഇറ്റ് കുഡ് ബി വെരി ഫാർ. നമ്മൾ പോകുന്നതോറും അത് വേറെ വേറെ ഡയറക്ഷനിൽ പോകും, നമുക്കൊന്നും എടുത്ത് വെക്കാൻ പോലും പറ്റില്ല. അപ്പോൾ നമ്മളെ മനുഷ്യന്മാരുടെ ഇമ്പാക്ട് ഇത്രയും വാസ്റ്റാണ് നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കുമ്പം, നമ്മളെ മനുഷ്യൻ്റെ ഇമ്പാക്ട് ഇങ്ങനെ ഒഴുകി നടക്കുമ്പം ഞാൻ റിയലൈസ് ചെയ്യുക, നമ്മൾ ചെറിയൊരു ആക്ഷൻ, അത് ഏതെങ്കിലും ഒരാൾ, ഞാനോ വേറെ എൻ്റെ അല്ലെങ്കിൽ എന്താണ് നിങ്ങളോ ചെയ്ത ചിലപ്പോൾ എറിഞ്ഞ ഒരു കുപ്പിയായിരിക്കും അത് ഇത്രയും ദൂരം അതിന് എത്താൻ പറ്റുവാണെങ്കിൽ നമ്മുടെ ഇമ്പാക്റ്റ് എന്താണ്? അതാണ് എന്നെ എപ്പോഴും തിങ്ക് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം. സെയിം വേ നമ്മൾ ഈ ടേർട്ടിൽസ്, വേറെ കുറേ ജീവികൾ ഈ പ്ലാസ്റ്റിക് നെറ്റിൽ അല്ലെങ്കിൽ സഞ്ചിയിലൊക്കെ കുടുങ്ങി കിടക്കുക, അത് അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. ബിക്കോസ് ഞാൻ സീനെ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. സ്പെഷ്യലി ഞാൻ ഇത് റിയലൈസ് ഞാൻ സർഫേസിൽ മാത്രമേ പോയിട്ടുള്ളൂ. ഞാൻ അണ്ടർ വാട്ടർ ഡൈവ് ചെയ്തപ്പോഴാണ് താഴെയുള്ള ഒരു ലോകം എന്താണെന്ന് ഞാൻ റിയലൈസ് ചെയ്തത്. ഞാൻ ഡൈവിങ് എൻജോയ് ചെയ്യുന്ന ഒരാളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്, പക്ഷെ അല്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ. അത് ജമ്പിങ് ഇസ് ഡിഫറെന്റ്. ഐ മീൻ ജമ്പിങ് ഇൻ ദ വാട്ടർ ആൻഡ് സ്നോർക്കലിംഗ് ഇസ് ഡിഫറെന്റ്. പക്ഷെ ഞാൻ പറയാം ഡൈവിങ് പ്രോപ്പർ സ്കൂബ ഡൈവിങ് ചെയ്തപ്പോഴാണ് ഞാൻ മറൈൻ ലൈഫ് എക്സ്പ്ലോർ ചെയ്തത്. അപ്പോൾ എനിക്കുണ്ടായ ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറൊരാരുടെയോ വീട്ടിൽ വിത്തൗട്ട് പെർമിഷൻ എൻ്റർ ചെയ്യുന്നൊരു ഫീല്. ആൻഡ് ഭയങ്കര ഒരു ക്ലോസ്ട്രോഫോബിക് ഫീലിങ്ങും, പിന്നെ ഞാൻ അവരോടൊന്നും ചോദിക്കാതെ അനുവാദം ഇല്ലാണ്ട് അവിടെ എൻ്റർ ചെയ്തൊരു ഫീല്. ബിക്കോസ് അവരുടെ ഒരു
അവരുടെ ഹോം സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. നമ്മൾ സെറ്റ് ഓഫ് ഹ്യൂമൻസ് അവിടെ പോയിട്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു ഫീലിംഗ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഐ എൻജോയ്ഡ് ഡൈവിങ്, പക്ഷെ എനിക്ക് ആ ഒരു ഫീലിംഗ് വന്നുകൊണ്ടിരിക്കും. ദർ ആർ അമേസിങ് ഡൈവേഴ്സ്. ഞാൻ കണ്ട ഡൈവേഴ്സ് ഒക്കെ ഈ അണ്ടർ വാട്ടറിൽ നിന്ന് കുറേ ക്ലീൻ ചെയ്യുക, കോറൽസ് റിവൈവ് ചെയ്യാൻ സഹായിക്കുക, അങ്ങനെ കുറേ അടിപൊളി കാര്യങ്ങൾ ഡൈവേഴ്സ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഫോർ മീ ഡൈവ് ചെയ്യുമ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്ത അണ്ടർ വാട്ടറിന്റെ ഒരു ഡെപ്തും അതിനുള്ളിലുള്ള ജീവികളുടെ ഒരു പ്രസൻസും അവരുടെ എന്താ പറയുക വാല്യൂ. അപ്പം ഞാൻ നമ്മൾ ചെയ്യുന്ന ഇമ്പാക്റ്റിന് വീട്ടിലുള്ള വേറെ കുറെ ജീവികളാണ് അതിൻ്റെ ഇത് കിട്ടുന്നത്. ദാറ്റ് ഹേർട്സ് മീ എ ലോട്ട്. ആൻഡ് നമ്മൾ ഓരോ ആൾക്കാരും ചെറിയ ആക്ഷൻസ് നമുക്ക് കടലിൽ കാണാൻ പറ്റും. സോ ഇഫ് യു തിങ്ക് വൈസ്ലി ആൻഡ് നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ട് ഡിസ്പോസലും കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് എവിടെയെങ്കിലൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ആ 1 ബോട്ടിൽ തന്നെ തരുന്ന മെസ്സേജ് എനിക്ക് അതായിരുന്നു ഓൾവേസ്. ഓക്കെ, ഇനി ഇത് കേൾക്കുന്ന ആളുകൾക്ക് എങ്ങനെ അമൃതയുടെ കൂടെ സെയിലിംഗിൽ ജോയിൻ ചെയ്യാന്നുള്ള സംശയം ഉണ്ടാവും. അത് അങ്ങനത്തെ ആളുകൾക്കുള്ള ഒരു പ്രോജക്റ്റ് എന്താണ്? സോ ഞാൻ റീസെന്റ് നമ്മൾ ഒരു 1.5 years ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രോജക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. മൗണ്ടൻ മീറ്റ് സീ എന്ന് പറഞ്ഞ ഒരു ട്രാവൽ കമ്പനിയാണ്. ഇറ്റ് ഇസ് റൺ ബൈ മീ ആൻഡ് മൈ കസിൻ സിസ്റ്റർ. ഷീസ് എ മൗണ്ടനിയർ, ഐ എം എ സെയിലർ. അപ്പം നമ്മൾ റോ ട്രാവൽ എക്സ്പീരിയൻസസ് ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തൊരു കമ്മ്യൂണിറ്റി ആയിരുന്നു, ആണ് ഇപ്പോഴും റൺ ചെയ്യുന്നുണ്ട്. സോ മൗണ്ടൻ മീറ്റ് സീ എന്ന് പറഞ്ഞതിൽ നമ്മൾ മൗണ്ടനിയറിങ്, ക്ലൈംബിങ്, ഹൈക്കിങ്ങിലെ ട്രിപ്സും കടലിലെ സെയിലിംഗ് ട്രിപ്സും ഹോസ്റ്റ് ചെയ്യും. അപ്പം ഈ ഒരു മേജർലി നമ്മളെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിൾ ട്രാവലിംഗ്, ആക്ടിവിറ്റി ഡ്രിവൻ ട്രാവലിംഗ്. അങ്ങനെ ആൾക്കാർക്ക് സെയിലിങ്ങും ഹൈക്കിങ്ങും റോ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ യാത്ര ചെയ്യുന്നത് പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രിപ്സ് ഹോസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ മന്തിൽ ഇന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ട് ഡെസ്റ്റിനേഷൻസ് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ആൻഡ് വി ട്രാവൽ വിത്ത് ദം. നമുക്ക് 2 കോൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ ട്രാവൽ ചെയ്യുന്ന കോൺസെപ്റ്റ്സും ഉണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ട്രിപ്പ് ലീഡേഴ്സ് കൊണ്ടുപോകുന്ന ട്രിപ്സും ഉണ്ട്. ബട്ട് ഇറ്റ്സ് ഗിവിങ് എ മെസ്സേജ് ടു ദം. അതായത് നിങ്ങൾക്കും ചെയ്യാം. ആൻഡ് സെയിലിംഗ് എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ സെയിൽ ബോട്ട്സ് ഇന്ത്യയിൽ ആരും ചെയ്യുന്നില്ല. എന്തുകൊണ്ട് വൈ ഷുഡ് ഫോറിനേഴ്സ് ഹാവ് ഓൾ ദ ഫൺ എന്ന് പറയുന്ന പോലെ മലയാളികളും ഇന്ത്യൻസും ഇത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് അറിഞ്ഞിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ മേജർലി പ്ലാൻ ചെയ്യുന്ന തായ്ലൻഡ്, സേഷ്യൽസ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വിസ ഓൺ അറൈവൽസ് കിട്ടുന്ന കൺട്രിയാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റും. ആ ഒരു 4-5 days സെയിൽ ബോട്ടിൽ ജീവിച്ചിട്ട് എങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ്, കടൽ ചാടുക, നീന്തുക, സെയിലിംഗ് പഠിക്കുക, ബേസിക്സ് ഓഫ് സെയിലിംഗ്. 4 days ലിമിറ്റേഷൻസ് ഉണ്ട് പഠിക്കാൻ പറ്റുന്നത്. ബട്ട് ആ ഒരു 4 days എന്തൊക്കെ പഠിക്കാൻ പറ്റും, ഒരുമിച്ച് കുക്ക് ചെയ്യുക, ഡൈൻ ചെയ്യുക, ഡൈവ് ചെയ്യുക, ആ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്.